നമസ്കാരം. പറയാം. ഓക്കെ, നമുക്കൊരു പ്രാർത്ഥനയോടെ തുടങ്ങാം. എഴുന്നേൽക്കാം. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരുബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തദാ നാരദോ നഗ്നജിത്സൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈക വിഖ്യാത വസ്തുശാസ്ത്രോപദേശ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിമിത്തങ്ങളും മുഹൂർത്തങ്ങളും എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങി. അതിൽ നിമിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ശുഭനിമിത്തങ്ങൾ, ശുഭമായിട്ടുള്ള നിമിത്തങ്ങൾ ഏതൊക്കെയാണ്, അശുഭമായിട്ടുള്ള നിമിത്തങ്ങൾ ഏതൊക്കെയാണ്, നിമിത്തങ്ങൾ സ്വാഭാവികമായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, അസ്വാഭാവികമായ നിമിത്തങ്ങൾ ശരിക്കും നിമിത്തങ്ങളല്ല, സ്വാഭാവികമായ നാച്ചുറൽ ആയിട്ടുള്ള നിമിത്തങ്ങൾ മാത്രമേ ശരിക്കും നിമിത്തങ്ങളായിട്ടുള്ളൂ. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതിൽ ഇപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ പുസ്തകം നോക്കുകയാണെങ്കിൽ അതിൽ ഈ നിമിത്തങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ മുഹൂർത്തങ്ങൾ കുറച്ചുണ്ട്. പല കാര്യങ്ങൾക്കുള്ള ഇപ്പം പിന്നെ ശിലാസ്ഥാപനം, അതുപോലെ വീട് പാല് കാച്ചുന്നതിന്, കിണർ ഒഴിക്കുന്നതിന്, ഇങ്ങനെ വിവിധ കാര്യങ്ങൾക്കുള്ള ഉത്തമമായ മുഹൂർത്തങ്ങൾ പുസ്തകത്തിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. അത് മാത്രം ഉപയോഗിച്ച് നമ്മൾ മുഹൂർത്തം കുറിക്കാൻ പാടില്ല. അതിനകത്ത് ഉത്തമമായ ഏത് കാര്യത്തിനും ഉത്തമമായ മാസം ഏതാണ്, ഉത്തമമായ വാരം ഏതാണ്, ഉത്തമമായ യാത്രം ഏതാണ്, ഈ കാര്യങ്ങളൊക്കെ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. പക്ഷെ അത് മാത്രം ഉപയോഗിച്ച് നമ്മൾ മുഹൂർത്തം കുറിക്കാൻ പാടില്ല. കാരണം മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് വാസ്തുശാസ്ത്രത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു വിഷയമല്ല, അത് ജ്യോതിഷത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയമാണ് ഈ മുഹൂർത്തം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഉദാഹരണത്തിന് ഒരു വീടിന്റെ തുടക്കം എന്ന് പറയുന്നത് കുറ്റിയടിക്കുന്നത് നമ്മൾ പറയുന്നതാണ് വീടിന്റെ ഗൃഹ ആരംഭം എന്ന് പറഞ്ഞാൽ കുറ്റിയടിക്കുകയാണ്. അപ്പൊ അതിന് നമ്മൾ സമയം നോക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്ന, അതായത് ഒരു ജ്യോതിഷ പണ്ഡിതമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഗ്രഹനില, ഇപ്പം പിന്നെ ഗൃഹനാഥനും ഉണ്ടെങ്കിൽ രണ്ടുപേരുടെയും ഗ്രഹനിലയെല്ലാം ആ ജ്യോതിഷ പണ്ഡിതന് കൊടുത്ത് അദ്ദേഹം നോക്കിയിട്ട് മുഹൂർത്തം കുറിച്ച് തരുന്നതാണ് ശരിക്കും മുഹൂർത്തമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ ഈ പുസ്തകം നോക്കിയിട്ടുള്ള മുഹൂർത്തം നമ്മൾ അങ്ങനെ നോക്കിയാൽ മാത്രം പറയാൻ പല കാര്യങ്ങളും ഉണ്ട്. അത് ജ്യോതിഷം പഠിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ജ്യോതിഷം അറിയാമെന്ന് സ്വയം ചെയ്യാം. പക്ഷെ അതല്ല ജ്യോതിഷത്തെ പറ്റി ഒരു ചെറിയൊരു അറിവ് കൊണ്ട് മുഹൂർത്തം കുറിക്കാൻ പാടില്ല. ജ്യോതിഷത്തെ പറ്റി നമുക്ക് പ്രാക്ടിക്കലായിട്ട് നല്ലൊരു അറിവുണ്ട്, നമുക്ക് ഇതൊക്കെ അറിയാം എന്നുള്ളൊരു ശുഭവിശ്വാസം അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്വയമായിട്ട് മുഹൂർത്തം കുറിക്കാൻ പോകാവൂ. കാരണം മുഹൂർത്തമൊക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ദോഷഫലങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അറിയാവുന്ന ഒരു ജ്യോതിഷ പണ്ഡിതനെ ആയിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം മുഹൂർത്തം കുറിക്കുക. അതുകൊണ്ട് ഇതിനകത്ത് മുഹൂർത്തത്തെ പറ്റി പറയുന്നുണ്ടെങ്കിൽ തന്നെയും ആ മുഹൂർത്തങ്ങൾ നമ്മളിവിടെ ക്ലാസ്സിൽ അങ്ങനെ എടുക്കുന്നില്ല. കാരണം അത് നോക്കിയല്ല നമ്മൾ മുഹൂർത്തം കുറിക്കേണ്ടത് എന്നതുകൊണ്ട് ആ മുഹൂർത്തത്തെ പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല. പക്ഷെ അതിൽ ഒരു കാര്യം മാത്രം, വാസ്തു മുഹൂർത്തം എന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് ആ വാസ്തു മുഹൂർത്തം അതുവരെ എടുത്തത്. ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം. അത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ ആയിട്ടൊക്കെ ഇങ്ങനെ അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ തിരിച്ച് മ്യൂട്ട് ചെയ്തേക്കണം. കാരണം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒരു വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. പലരും അൺമ്യൂട്ട് ചെയ്യാൻ നമ്മൾ അങ്ങോട്ട് പറഞ്ഞാലും അൺമ്യൂട്ട് ചെയ്യാതെ
അവിടെ നിന്നുള്ള ശബ്ദങ്ങളും ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ആദ്യം പറയുകയാണ്, എന്തെങ്കിലും സംശയം ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഉടനെ തന്നെ മ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് ഉണ്ടാകാതിരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യമൊക്കെ ചിലപ്പോൾ വീണ്ടും 2 തവണ ഇരട്ടിച്ചൊക്കെ കേൾക്കും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പം എപ്പോഴും സംശയം ചോദിക്കാം, മ്യൂട്ട് ചെയ്ത്. അപ്പോൾ ഇത് നിങ്ങൾ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. അതായത് നമ്മൾ ഇന്നലെ വാസ്തുമുഹൂർത്തം തുടങ്ങിയായിരുന്നോ? വാസ്തുമുഹൂർത്തം നമ്മൾ തുടങ്ങി, അതിന് മുമ്പ് അവിടെ വെച്ച് നിർത്തുകയായിരുന്നോ? ഇല്ല സാറേ, നിമിത്തങ്ങൾ മാത്രം പറഞ്ഞിട്ടുണ്ട്. ശരി. ഓക്കെ. അപ്പോൾ നിമിത്തങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നിമിത്തങ്ങൾ, ശുഭനിമിത്തങ്ങൾ, അശുഭ നിമിത്തങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അടുത്തതായിട്ട് വാസ്തു മുഹൂർത്തമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നു. എന്താണ് ഈ വാസ്തു മുഹൂർത്തം? അതായത് ശരിക്ക് വാസ്തുപുരുഷൻ എന്നൊരു സങ്കല്പമുണ്ട്. അത് നമ്മൾ ദേവതാ സങ്കല്പം എന്നൊരു ചാപ്റ്റർ വരും. ആ ദേവതാ സങ്കല്പം എന്നുള്ള ചാപ്റ്ററിൽ വാസ്തുപുരുഷനെ പറ്റി വളരെ കൂടുതൽ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇപ്പം നമുക്ക് കൂടുതൽ വിശദമായിട്ട് നമ്മൾ വാസ്തുപുരുഷനെ പറ്റി ഇപ്പം നമ്മളത് പോകില്ല. പക്ഷെ നമ്മളതൊന്ന് അറിഞ്ഞിരിക്കുക. വാസ്തുപുരുഷൻ എന്നുള്ളത് ഒരു സങ്കല്പം നമ്മുടെ ഓരോ ഗൃഹത്തിലായാലും ഓരോ വാസ്തുമണ്ഡലത്തിലായാലും വീടിലായാലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യം, ഒരു എനർജിയാണ് വാസ്തുപുരുഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ വാസ്തുപുരുഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ വാസ്തു മുഹൂർത്തം. അപ്പൊ ഈ വാസ്തുപുരുഷന്റെ സങ്കല്പത്തിൽ പറയുന്നത്, വാസ്തുപുരുഷൻ മിക്കവാറും സമയമൊക്കെ ഉറക്കമാണ്. കാരണം ഒരു നിദ്രാവസ്ഥയിലാണ് വാസ്തുപുരുഷൻ. ആ നിദ്രയിൽ നിന്നും ചില സമയത്ത് മാത്രമേ ഉണരുകയുള്ളൂ. ആ ഉണരണമെങ്കിൽ എനർജി, നമ്മുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള ഊർജാവസ്ഥ, എനർജി ഷൂട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വർദ്ധിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ എനർജി ചില സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് കൂടുതലായിട്ട് വരും. നമ്മുടെ സാധാരണയൊക്കെ ഏതാണ്ട് ഇവിടെ നിന്നിട്ട് പെട്ടെന്ന് ചില സമയത്ത് എനർജി പെട്ടെന്ന് കൂടുതലായിട്ട് വരും. അങ്ങനെ എനർജി കൂടുന്ന സമയത്ത് ഈ വാസ്തുപുരുഷൻ നിദ്ര വിട്ട് ഉണരുന്നതാണ്. അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ തിരിച്ചു പറഞ്ഞാൽ, വാസ്തുപുരുഷൻ നിദ്ര വിട്ട് ഉണരുമ്പോൾ എനർജി കൂടുതലായിരിക്കും. നല്ല ഹൈ എനർജി ഉള്ള സമയമായിരിക്കും. അപ്പൊ ഈ എനർജി അല്ലെങ്കിൽ ഊർജം എന്ന് പറഞ്ഞാൽ 2 വിധത്തിലുണ്ട്. ഒന്ന് പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ അനുകൂല ഊർജം, അതായത് നമുക്ക് ഗുണകരമായ ഊർജം. 2 നെഗറ്റീവ് എനർജി, മലയാളത്തിൽ അതിന് പ്രതികൂല ഊർജം, അതായത് നമുക്ക് ദോഷകരമായ ഊർജം. ഇങ്ങനെ ഗുണകരവും ദോഷകരവുമായ 2 തരം ഊർജമുണ്ട്. ഗുണകരമായ ഊർജത്തിന് പോസിറ്റീവ് എനർജി, ദോഷകരമായ ഊർജത്തിന് നെഗറ്റീവ് എനർജി. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു, പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഗുണകരമായ ഊർജങ്ങൾക്കെല്ലാം ദൈവത്തിന്റെ, ദേവന്മാരുടെയൊക്കെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ദോഷകരമായ ഊർജങ്ങൾക്കെല്ലാം രാക്ഷസന്റെയും പിശാചിന്റെയും അങ്ങനെയുള്ള പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഊർജത്തിന്റെ പേര് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് ഗുണകരമായ ഊർജമാണോ ദോഷകരമായ ഊർജമാണോ, അതായത് അനുകൂല ഊർജമാണോ പ്രതികൂല ഊർജമാണോ എന്ന് ആ ഊർജത്തിന്റെ പേര് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇങ്ങനെ ഉള്ള ഇതില് ഈ വാസ്തു മുഹൂർത്തം, ഞാൻ പറഞ്ഞ ഈ വാസ്തുപുരുഷൻ ഏതാണ്ട് പൂർണ്ണമായും ഉറക്കത്തിലാണ്. അങ്ങനെ ഉറങ്ങി കിടക്കുമ്പോൾ ഊർജാവസ്ഥ കൂടി വരുമ്പോഴാണ് വാസ്തുപുരുഷൻ കണ്ണു തുറക്കുന്നത്, അല്ലെങ്കിൽ നിദ്ര വിട്ട് ഉണരുന്നത്. കണ്ണു തുറക്കുക എന്ന് പറയുമ്പോൾ നിദ്ര വിട്ട് ഉണരുക. നിദ്ര വിട്ട് ഉണരുന്നത് ഊർജാവസ്ഥ കൂടിയ അവസ്ഥയിലാണ്. ഊർജാവസ്ഥ കൂടുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഊർജാവസ്ഥയും കൂടാം, നെഗറ്റീവ് ഊർജാവസ്ഥയും കൂടാം. അതായത് അനുകൂല ഊർജം അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയും കൂടാം, പ്രതികൂല ഊർജം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയും കൂടാം. അപ്പോൾ പോസിറ്റീവ് എനർജി ആയാലും നെഗറ്റീവ് എനർജി ആയാലും ഏത് എനർജി ആയാലും എനർജി കൂടുമ്പോൾ വാസ്തുപുരുഷൻ കണ്ണു തുറക്കും. അതാണ് വാസ്തുപുരുഷന്റെ ഒരു ഐതിഹ്യമായിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ കണ്ണു തുറന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കണ്ണു തുറന്നിരിക്കും. അപ്പൊ ആ കണ്ണ് തുറന്നു കഴിഞ്ഞിട്ട് സമയം മുതലാണ് നമ്മൾ മുഹൂർത്തവും ആയിട്ട് ബന്ധപ്പെട്ട വാസ്തു മുഹൂർത്തം എപ്പോഴാണെന്ന് മനസ്സിലാക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം.
അപ്പൊ ഇത് നമുക്ക് ഇതിനകത്ത് നമ്മൾ ഈ വാസ്തുമുഹൂർത്തം അല്ല ഈ വാസ്തുപുരുഷം കണ്ണു തുറക്കുക എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ നമുക്കറിയാം 12 മാസം. ഈ 12 മാസങ്ങളിൽ 4 മാസങ്ങളെ കോൺ മാസങ്ങൾ എന്ന് വിളിക്കും. അതിപ്പോ ഇവിടെ നോക്കാം, കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ 4 മൂലയ്ക്കുള്ള, അതായത് മീനം, മിഥുനം, കന്നി, ധനു, ഈ 4 മാസങ്ങൾ ഈ പടത്തിൽ 4 മൂലയ്ക്ക്. ഇതിപ്പോ കുറച്ച് നീളമുള്ള റെക്ടാങ്കിൾ ആയിട്ടാണ് കാണിക്കുന്നത്, ശരിക്കും സ്ക്വയർ ആയിട്ടാണ് കാണിക്കേണ്ടത്. സാർ അത് കാണുന്നില്ലല്ലോ. ഇല്ല, ആർക്കും കാണുന്നില്ലേ? കാണാം സാറേ. അപ്പൊ കാണുന്നില്ലെന്ന് ഞാനാണ്. കാണാം സാർ. ഓക്കെ. അപ്പൊ ഇവിടെ ആ 4 മൂലകളിലും മീനം, മിഥുനം, കന്നി, ധനു ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്നു. അപ്പൊ അത് 4 പിന്നെ കോൺ മാസങ്ങൾ എന്ന് പറയും. ഈ 4 കോണിലുള്ള മാസങ്ങളാണ്. അപ്പൊ 4 കോൺ മാസങ്ങൾ എന്ന് പറയും. ഈ കോൺ മാസങ്ങളിൽ പൂർണ്ണമായും വാസ്തുപുരുഷൻ നിദ്രയിലാണ്, ഉണരുകയില്ല. ഈ 4 മാസങ്ങളിൽ ഒരു സമയത്ത് പോലും വാസ്തുപുരുഷൻ കണ്ണു തുറക്കാറില്ല, ഉറക്കമാണ്. അപ്പൊ അതുകൊണ്ട് ഈ 4 മാസങ്ങൾ മീനം, മിഥുനം, കന്നി, ധനു സാധാരണ വാസ്തു സംബന്ധമായ പ്രധാനപ്പെട്ട ചടങ്ങുകളൊന്നും നടത്താറില്ല. അതായത് ഇപ്പം കുറ്റിയടിയായാലും അല്ലെങ്കിൽ ശിലാസ്ഥാപനമായാലും കട്ട്ളവയ്പ്പായാലും പാല് കാഴ്ച, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മുഹൂർത്തം നോക്കി നടത്തേണ്ട പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ ഈ 4 മീനം, മിഥുനം, കന്നി, ധനു എന്ന 4 മാസങ്ങൾ കോൺ മാസങ്ങളിൽ ചെയ്യാറില്ല. പിന്നെ ബാക്കി 8 മാസങ്ങളുണ്ട്. മേടം, ഇടവം, കർക്കിടകം, ചിങ്ങം, തുലാം, വൃശ്ചികം, മകരം, കുംഭം, ഈ 8 മാസങ്ങൾ. ഈ 8 മാസങ്ങളിൽ ഓരോ മാസത്തിലും ഒരു പ്രത്യേക സമയത്താണ് വാസ്തുപുരുഷൻ ഉണരുന്നത്. മേടമാസത്തിൽ ഇന്ന ദിവസം ഇത്ര സമയത്ത്, ഇടവമാസം ഇന്ന ദിവസം ഇത്ര സമയത്ത്, അങ്ങനെ ഒരു പ്രത്യേക സമയത്തായിരിക്കും വാസ്തുപുരുഷൻ ഉണരുന്നത്. അതിൻ്റെ ഒരു പടം കാണിച്ചു തരാം. ഇത് മാറ്റുകയാണ്. ഇതൊക്കെ പുസ്തകത്തിലുണ്ട്. നിങ്ങൾ വരയ്ക്കണമെന്നില്ല, വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം, ആർക്കെങ്കിലും വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. വരയ്ക്കുകയാണെങ്കിൽ വരച്ചു കഴിഞ്ഞ് പറയണം. നിങ്ങൾ വരച്ചു കഴിഞ്ഞോ? വരച്ചു കഴിഞ്ഞെങ്കിൽ പറയുക. ആരെങ്കിലും വരച്ച് തീർന്നെങ്കിൽ പറയണം. വരയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. ഇത് ഡയറക്ഷൻ വിട്ടോളൂ. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. ഇനി ഇതിനകത്ത് നമുക്ക് 1-2 കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും, അല്ല അറിഞ്ഞുകൂടാത്തവരെ മനസ്സിലാക്കുക. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2.5 നാഴികയാണ്. നമ്മൾ വാസ്തുപുരുഷൻ ഇതൊക്കെ നാഴികയായിട്ട് ബന്ധപ്പെട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അത് അറിഞ്ഞിരിക്കണം. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2.5 നാഴികയാണ്. അറിഞ്ഞുകൂടാത്തവർ നോട്ട് ചെയ്യാം. ഒരു നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റാണ്. ഒരു നാഴിക 24 മിനിറ്റാണ്. ഇനി വാസ്തുമുഹൂർത്തം നോക്കാം. ഇപ്പൊ ഇവിടെ ഒരു ടേബിൾ കാണിച്ചിരിക്കുന്നു. മേടം, കോൺ മാസങ്ങൾ ഒഴിച്ചുള്ള 4 കോൺ മാസങ്ങൾ ഒഴിച്ചുള്ള ബാക്കിയുള്ള 8 മാസങ്ങളാണ് മാസത്തിന്റെ അടിയിൽ മേടം, ഇടവം, കർക്കിടകം, ചിങ്ങം, തുലാം, വൃശ്ചികം, മകരം, കുംഭം ഇങ്ങനെ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഈ 8 മാസങ്ങളിൽ ഉദാഹരണത്തിന് ആദ്യത്തെ മേടമാസം എടുക്കാം. മേടമാസം 10-ാം തീയതി, തീയതിയുടെ താഴെ നോക്കണം ഏത് തീയതിയാണ്. അപ്പൊ മേടമാസം 10-ാം തീയതി നാഴിക 5 എന്ന് എഴുതിയിരിക്കുന്നു. 5 നാഴിക എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥം പിന്നെ അതായത് സൂര്യോദയം കഴിഞ്ഞ് 5 നാഴിക എന്നാണ്. അന്നത്തെ സൂര്യോദയം മേടമാസം 10-ാം തീയതിയിലത്തെ സൂര്യോദയം എത്ര സമയത്താണ്? ഇപ്പം നമ്മുടെ ഹിന്ദു പേപ്പർ നോക്കുമ്പോഴേ അതല്ലെങ്കിൽ പിന്നെ പഞ്ചാംഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസത്തെയും സൂര്യോദയം എത്ര മണിക്കാണ് നമുക്ക് അറിയാൻ പറ്റും. ആ സൂര്യോദയം കഴിഞ്ഞ് 5 നാഴിക കഴിയുമ്പോഴാണ് മേടമാസം 10-ാം തീയതി വാസ്തുപുരുഷം ഉറക്കമുണരുന്നത്, അല്ലെങ്കിൽ നിദ്ര വിട്ടുണരുന്നത്. ക്ലിയർ ആയി തോന്നുന്നു. മേടമാസം 5-ാം തീയതി മേടമാസം 10-ാം തീയതി സൂര്യോദയം കഴിഞ്ഞ് 5 നാഴിക കഴിയുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞ 2.5 നാഴികയാണ് 1 മണിക്കൂർ. അപ്പൊ 5 നാഴിക കഴിഞ്ഞാൽ 2 മണിക്കൂർ. അപ്പൊ സൂര്യോദയം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിയുമ്പോഴാണ് വാസ്തുപുരുഷൻ ഉറക്കമുണരുന്നത്. അപ്പൊ ഉദാഹരണത്തിന് 6 മണിക്കാണ് സൂര്യോദയമെങ്കിൽ 6 × 2 8 മണിക്ക്. ഒരു സെക്കൻഡ് സാറേ, ഞാനൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ശരി. അപ്പൊ മേടമാസം 10-ാം തീയതി 5 നാഴിക അല്ലെങ്കിൽ 2 മണിക്കൂർ സൂര്യോദയം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വാസ്തുപുരുഷൻ നിദ്ര വിടുന്നത്, ഉറക്കം കഴിക്കുന്നത്. അതുപോലെ ഇടവമാസത്തിൽ 21-ാം തീയതി, ബാക്കിയുള്ള ദിവസം അല്ല. മേടമാസം 10-ാം തീയതി ഒഴിച്ച് മേടമാസം ബാക്കിയുള്ള എല്ലാ ദിവസവും നിദ്രയിലാണ്.
ഞാൻ ആദ്യം പറഞ്ഞ് മിക്കവാറും എല്ലാ സമയവും ഭൂരിപക്ഷ സമയവും വാസ്തുപുരുഷൻ നിദ്രയിലാണ്. മേടമാസം 10-ാം തീയതി മാത്രമേ ഉറക്കം ഉണരുള്ളൂ. അത് ഉറക്കം ഉണരുന്ന സമയം എന്ന് പറഞ്ഞാൽ സൂര്യോദയം കഴിഞ്ഞ് 5 നാഴിക കഴിയുമ്പോൾ. ഒരു ഇടവ മാസത്തിൽ 21-ാം തീയതി മാത്രമേ ഉണരുള്ളൂ. ഇടവ മാസം 21-ാം തീയതി സൂര്യോദയം കഴിഞ്ഞ് 2 നാഴിക കഴിയുമ്പോഴാണ് ഉറക്കം ഉണരുന്നത്. അതുപോലെ കർക്കിടക മാസം 11-ാം തീയതി സൂര്യോദയം കഴിഞ്ഞ് 2 നാഴിക. ചിങ്ങമാസമാണെങ്കിൽ 6-ാം തീയതിയാണ്. ചിങ്ങമാസം 6-ാം തീയതി സൂര്യോദയം കഴിഞ്ഞ് 21 നാഴിക കഴിഞ്ഞിട്ടാണ് വാസ്തുപുരുഷൻ ഉറക്കം ഉണരുന്നത്. അങ്ങനെ ഇത് നോക്കിയാൽ നമുക്ക് ഓരോ ഏതൊക്കെ മാസങ്ങളില് ഏതൊക്കെ ദിവസങ്ങളിൽ ഏത് സമയത്താണ് ഉറക്കം ഉണരുന്നത് നമുക്കറിയാൻ പറ്റും. ഏത് സമയത്താണെന്ന് അറിയണമെങ്കിൽ സൂര്യോദയം എപ്പോഴാണെന്ന് അറിയണം. സൂര്യോദയം മുതൽ വേണം നമ്മൾ നോക്കാൻ. സൂര്യോദയം ഈ നാഴിക സൂര്യോദയം കഴിഞ്ഞ് എത്ര നാഴിക കഴിഞ്ഞെന്നാണ് ഈ 3-ാമത്തെ നാഴിക എന്നുള്ള കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയും എല്ലാവരും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഇവിടെ നമ്മൾ ഈ ഉണർന്നു കഴിഞ്ഞാൽ ഈ വാസ്തുപുരുഷൻ 5 കാര്യങ്ങൾ ചെയ്യും. ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എടുക്കാം. അപ്പൊ ഇപ്പോ ഇത് ഉദാഹരണമാണ്. അപ്പൊ ഈ ഉണർന്നു കഴിഞ്ഞാൽ വാസ്തുപുരുഷൻ 5 കാര്യങ്ങൾ ചെയ്യും. ആദ്യമായിട്ട് ചെയ്യുന്നത് ദന്തശുദ്ധി വരുത്തുക. അത് പല്ല് തേക്കുക. ആദ്യം പല്ല് തേക്കുന്നു, അത് കഴിഞ്ഞ് സ്നാനം, കുളിക്കുന്നു, 2ാമത് കുളിക്കുന്നു, 3ാമത് പൂജയാണ്, പൂജ ചെയ്യുന്നു, 4ാമത് ഭോജനം, ആഹാരം കഴിക്കുന്നു, 5ാമത് താമ്പൂല ചർവണം, അത് വെറ്റില മുറുക്കുന്നു. ഈ 5 കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും, ഈ വാസ്തുപുരുഷൻ ചെയ്യും. ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ 5 കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഈ 5 കാര്യങ്ങൾക്ക് അപ്പൊ അതിലേക്ക് വരാം. അപ്പൊ ആ 5 കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതില് ഒരു വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രപഞ്ചത്തോളം വലുതായ ഒരു ഭൂതം അല്ലെങ്കിൽ ഒരു രാക്ഷസൻ എന്നൊക്കെയാണ് വാസ്തുപുരുഷൻ പറ്റി പറഞ്ഞത്. പ്രപഞ്ചത്തിന് അത്രയും വലിപ്പമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അത്രയും പ്രപഞ്ചത്തോളം വലുതായിട്ടുള്ള ഭീമാകാരൻ ആയിട്ടുള്ള ഈ വാസ്തുപുരുഷന് ഇപ്പൊ പല്ല് തേക്കുന്നു. ആദ്യത്തെ പല്ല് തേക്കുകയാണ്. ഈ പല്ല് തേക്കുന്ന സമയത്ത് നമുക്കറിയാം, വായിൽ നിന്നൊക്കെ നമ്മൾ പല്ല് തേക്കുമ്പോഴൊക്കെ വായിലുള്ള അഴുക്കെല്ലാം ഇളകി വരും. അപ്പൊ ആ സമയത്ത് ആ വായിലുള്ള നമുക്ക് പോസിറ്റീവ് എനർജി ആയിരിക്കോ കൂടുതൽ, നെഗറ്റീവ് എനർജി ആയിരിക്കോ കൂടുതൽ നോക്കുക. അപ്പൊ ആ സമയത്ത് നെഗറ്റീവ് എനർജിയാണ് കൂടുതൽ. വാസ്തുപുരുഷൻ ഉറക്കം ഉണർന്ന ആദ്യത്തെ സമയം പല്ല് തേക്കുന്ന സമയത്ത് നെഗറ്റീവ് എനർജി ആയിരിക്കും കൂടുതലായിട്ടുള്ളത്. അപ്പൊ ആ പല്ല് തേപ്പ് കഴിഞ്ഞ് കുളിക്കുന്നു. 2ാമത്തെ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കുകൾ, പല്ല് തേക്കുന്ന സമയത്ത് വായിക്കകത്തുള്ള അഴുക്കുകളൊക്കെ വെളി വരുന്നു. കുളിക്കുന്ന സമയത്ത് ശരീരത്തിലുള്ള അഴുക്കുകളൊക്കെ പോകാനായിട്ട് ശുദ്ധമാക്കാനാണ് കുളിക്കുന്നത്. അപ്പൊ ആ സമയത്തും നെഗറ്റീവ് എനർജി കൂടുതലായിരിക്കും കുളിക്കുമ്പോഴും. 3ാമത് പൂജ. പൂജിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലുള്ള അഴുക്കുകൾ, നമ്മളെന്തിനാ പൂജിക്കുന്നത്? നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങള്, വിഷമങ്ങളൊക്കെ ഒരു ശക്തിയില്, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് മനസ്സിനെ ശുദ്ധമാക്കുകയാണ് നമ്മൾ പൂജയിൽ കൂടി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ സമയവും പൂജയുടെ സമയത്തും വാസ്തുപുരുഷൻ ശരിക്ക് അവിടെ നെഗറ്റീവ് എനർജിയാണ്. കാരണം മനസ്സിലുള്ള നെഗറ്റീവ് എനർജി വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ശാസ്ത്രം പറയാന്ന് വെച്ചാല് ഈ പൂജിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് കുറ്റിയടിക്കുക അല്ലെങ്കിൽ കല്ലിടുക, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിന് ചെയ്യുകയാണെങ്കിൽ ഒരു വീടിന്റെ കല്ലിടുന്നത് ഈ പൂജാ സമയത്താണെന്നിരിക്കട്ടെ, വാസ്തുപുരുഷൻ പൂജിക്കുന്ന സമയത്ത് ആണെങ്കിൽ അങ്ങനെയുള്ള വീട്ടിൽ താമസിക്കുന്നവർക്ക് മാനസികമായ പ്രയാസം ഉണ്ടാകുന്നതാണ്. കാരണം അവിടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന സമയത്താണ്. അതാണ്. അപ്പൊ ആദ്യം പല്ല് തേക്കുന്നു, 2ാമത് സ്നാനം, കുളിക്കുന്നു, 3ാമത് പൂജ, 4ാമതാണ് ഭോജനം. ഭോജനം ആഹാരം കഴിക്കുക. ആഹാരം കഴിക്കുന്ന സമയത്ത് അപ്പൊ ആ സമയത്ത് പോസിറ്റീവ് എനർജിയാണ്. 5ാമത്തെ താമ്പൂല ചർവണം, ആഹാരം എല്ലാം കഴിഞ്ഞ് നല്ല തൃപ്തരായി വയറൊക്കെ നിറഞ്ഞ് നല്ല സന്തോഷത്തോടി വെറ്റില മുറുക്കുന്നു. അപ്പൊ ആ വെറ്റില മുറുക്കുന്ന സമയം ഏറ്റവും നല്ലതാണെന്നാണ്. അപ്പൊ ഈ 5 കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതായത് പിന്നെ ദന്തശുദ്ധി, പല്ലുതേപ്പ്, സ്നാനം, കുളി, പൂജ, ഭോജനം, ആഹാരം കഴിക്കുന്നു, താമ്പൂല ചർവണം, വെറ്റില മുറുക്കുന്നു, ഈ 5 കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവസാനത്തെ 2, അതായത് ഭോജനവും താമ്പൂല ചർവണവും, ആഹാരം കഴിക്കുന്ന സമയത്തും വെറ്റില മുറുക്കുന്ന സമയത്തും പോസിറ്റീവ് എനർജിയാണ് കൂടുതൽ. ആ സമയത്തിനാണ് വാസ്തു മുഹൂർത്തം എന്ന് പറയുന്നത്. അതായത് വാസ്തുപുരുഷൻ ആഹാരം കഴിക്കുന്ന സമയവും അത് കഴിഞ്ഞിട്ട് താമ്പൂല ചർവണം അല്ലെങ്കിൽ വെറ്റില മുറുക്കുന്ന സമയവുമാണ് വാസ്തു മുഹൂർത്തം. ആ സമയം വാസ്തുപരമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ നല്ലതാണെന്നാണ്. അപ്പൊ അത് പിന്നെ ഒരു കാര്യം അതിനകത്ത് മനസ്സിലാക്കാനുള്ളത്, ഈ വാസ്തു മുഹൂർത്തം നോക്കി നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി, അതായത് കല്ലിടാനായിരിക്കട്ടെ, അല്ലെങ്കിൽ കുറ്റിയടിക്കാനാകട്ടെ, അല്ലെങ്കിൽ
കട്ടള വയ്ക്കാനാകട്ടെ, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കർമ്മം നിർവഹിക്കാനായിട്ട് വാസ്തു മുഹൂർത്തം നോക്കുന്നിരിക്കട്ടെ. അങ്ങനെ വാസ്തു മുഹൂർത്തം നോക്കുകയാണെങ്കിൽ ജനറലായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം വാസ്തു മുഹൂർത്തം നോക്കാം. പക്ഷെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ വാസ്തു മുഹൂർത്തം നോക്കിയാൽ പോരാ എന്ന് പറയുന്നുണ്ട്. അതായത് ജനറലും സ്പെസിഫിക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമുക്കറിയാം പൊതുവെ ശനിയാഴ്ചകളിൽ ശനിയാഴ്ച നല്ല ദിവസമല്ല, കർക്കിടക മാസം ചില മാസങ്ങൾ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ അതുപോലെ ചില ദിവസങ്ങൾ നല്ലതല്ല, ചില മാസങ്ങൾ കർക്കിടക മാസം പൊതുവെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ലതല്ല എന്ന് പൊതുവെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മാസങ്ങള്, നക്ഷത്രങ്ങള്, വാരം അല്ലെങ്കിൽ പിന്നെ ആഴ്ചകളൊക്കെ, ചില ആഴ്ചകളൊക്കെ മോശം, ചില മാസങ്ങൾ മോശം, ചില നക്ഷത്രങ്ങൾ മോശം, ഇങ്ങനെയൊക്കെ നമ്മൾ കരുതാറുണ്ട്. പക്ഷെ അതൊക്കെ ജനറലാണ്, എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ശനിയാഴ്ച മോശം എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും ശനിയാഴ്ച മോശമാണ്. അപ്പൊ അങ്ങനെ ജനറലായിട്ട് എല്ലാവർക്കും കൂടി വരുന്ന കാര്യങ്ങൾ ആണെങ്കിൽ അതിനെ വാസ്തു മുഹൂർത്തം നോക്കിയാൽ ആ വാസ്തു മുഹൂർത്തത്തിൽ അത് വരില്ല. അതായത് ശനിയാഴ്ച ആയാലും ശരി, ആ ഒരു ശനിയാഴ്ച വാസ്തു മുഹൂർത്തം ഉണ്ടെങ്കിൽ ആ വാസ്തു മുഹൂർത്ത സമയത്ത് ശനിയാഴ്ചയുടെ ദോഷം ഉണ്ടാകില്ല. അല്ലെങ്കിൽ ഒരു നക്ഷത്രം മോശമായ നക്ഷത്രത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നക്ഷത്രത്തിന്റെ ദോഷം ഏൽക്കില്ല, ജനറലായിട്ടുള്ള അത്. അതേസമയം സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ വീട് വയ്ക്കുന്ന ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ, ഈ രണ്ടുപേരുടെ നക്ഷത്രവുമായിട്ട് നോക്കുമ്പോൾ അവരുടെ നക്ഷത്രത്തിന് ചേരാത്ത നക്ഷത്രമാണ് നിൽക്കട്ടെ, ഗൃഹനാഥന്റെ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ നക്ഷത്രവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാത്ത ഒരു നക്ഷത്രത്തിലാണെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് വാസ്തു മുഹൂർത്തം നോക്കിയാൽ പോരാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാല് നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വാസ്തു മുഹൂർത്തം നോക്കിയാൽ മതി. സ്പെസിഫിക് ആയിട്ട് ഗൃഹനാഥൻ അവരുടെ അങ്ങനെ നോക്കുന്ന കാര്യങ്ങൾക്ക് വാസ്തുമുഹൂർത്തം നോക്കിയാൽ പോരാ. അതിന് ഒരു ജ്യോതിഷ പണ്ഡിതന്റെ അഭിപ്രായം തന്നെ വേണം. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് നമ്മൾ വാസ്തുമുഹൂർത്തം നോക്കിയാലും ജ്യോതിഷം അറിയാവുന്ന ഒരാളുമായിട്ട് ഒരു കൺസൾട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പൊ അവരാണ് ആ നക്ഷത്രം പിന്നെ ഈ കുറ്റിയടിക്കുന്ന ദിവസം വാസ്തുമുഹൂർത്തത്തിൽ മേടമാസം 10-ാം തീയതി അന്നത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും നക്ഷത്രവുമായിട്ട് ചേരാത്ത നക്ഷത്രമാണെങ്കിൽ വാസ്തുമുഹൂർത്തം നോക്കിയാൽ പോരാ. അപ്പൊ അത് ജ്യോതിഷ പണ്ഡിതനുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ട് നോക്കാൻ. അപ്പൊ എത്രയായാലും നമുക്ക് വാസ്തു മുഹൂർത്തം നോക്കിയാലും ശരി ജ്യോതിഷ പണ്ഡിതന്റെ ഒരു കൺസൾട്ടേഷൻ ആവശ്യമാണ്. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇത് പിന്നെ ഇപ്പൊ മേടമാസം 10-ാം തീയതി സപ്പോസ് അന്നത്തെ ഉദയം 6:12 ആണെന്നിരിക്കട്ടെ. മേടമാസം 10-ാം തീയതി, കാരണം നമുക്കറിയാം മേടമാസം 10-ാം തീയതിയാണ് വാസ്തുപുരുഷ ഉറക്കമുണരുന്നത്. ആ സമയത്ത് അന്നത്തെ ഉദയം 6:12 എങ്ങനെയാണ് വാസ്തുമുഹൂർത്തം കാണുന്നതെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പിന്നെ ഉദയം കഴിഞ്ഞ് 5 നാഴിക കഴിഞ്ഞാണ് വാസ്തുപുരുഷൻ നിദ്ര വിടുന്നത്. അപ്പൊ 5 നാഴിക കഴിഞ്ഞ് നിദ്ര വിടുന്നു. അതായത് ഉദയം 6:12 6:12 കഴിഞ്ഞ് 5 നാഴിക കഴിഞ്ഞിട്ടാണ് ഉറക്കം ഉണരുന്നത്. ഇത് വേണമെന്ന് എഴുതിക്കോളൂ. സംശയം പറഞ്ഞല്ലോ. ഓക്കെ. അപ്പൊ മേടമാസം 10-ാം തീയതി ഉദയം 6:12 അന്നത്തെ വാസ്തു മുഹൂർത്തം എങ്ങനെ കാണാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഉദയം കഴിഞ്ഞ്, അതായത് അന്നത്തെ ആ ടേബിൾ നോക്കുക. മേടമാസം 10-ാം തീയതി ഉദയം കഴിഞ്ഞ് 5 നാഴിക കഴിഞ്ഞാണ് നിദ്ര വിടുന്നത്. അതായത് 2 മണിക്കൂർ കഴിഞ്ഞ്, 2.5 നാഴികയാണ് 1 മണിക്കൂർ. അപ്പൊ 5 നാഴിക ആകുമ്പോൾ 2 മണിക്കൂർ വരും. അപ്പോൾ 6:12 അതിന് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഉറക്കം വരുന്നത്. അപ്പൊ 8:12 വാസ്തുപുരുഷ ഉറക്കം ഉണരുന്നു. നോക്കുക, നിദ്ര വിടുന്ന സമയം 6:12 കൂടെ 2 മണിക്കൂർ കൂട്ടണം. അപ്പൊ 8:12. അപ്പൊ അന്ന് വാസ്തുപുരുഷ ഉറക്കം ഉണരുന്നത് 8 മണി. അത് ഇത് ഈ ഉറക്കം വിടുന്ന സമയം ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. അപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ നിദ്ര വിടുന്ന സമയം കഴിഞ്ഞ് പിന്നെ അന്നത്തെ രാവിലത്തെ ഉദയം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് നിദ്ര വിടുന്നു. അപ്പൊ അങ്ങനെ നിദ്ര വിടുന്ന സമയം 8:12. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ദന്തശുദ്ധി, സ്നാനം, പൂജ. ഇതിന് 3-നുമായിട്ട് വേണ്ടത് 2.25 നാഴികയാണ്. അത് ഓരോന്നിനും 3/4 നാഴിക. നമുക്കറിയാം 1 നാഴിക 24 മിനിറ്റാണ്. അപ്പൊ 3/4 നാഴിക എന്ന് പറഞ്ഞാൽ 18 മിനിറ്റാണ്. അര നാഴിക 12 മിനിറ്റ്, 1/4 നാഴിക 6 മിനിറ്റ്, 12 6 18 3/4 നാഴിക. അപ്പോൾ ഓരോന്നിനും, അതായത് ഓരോന്നിനും നമുക്ക് അവർ 3/4 നാഴിക, അതായത്
ദന്തശുദ്ധിക്ക് 3/4 നാഴിക വേണം, അതായത് 18 മിനിറ്റ് വേണം. അതുപോലെ കുളിക്കാൻ സ്നാനം 18 മിനിറ്റ് വേണം. പൂജ 18 മിനിറ്റ് വേണം. അത് കഴിഞ്ഞിട്ട് ഭോജനം 18 മിനിറ്റ് വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ താമ്പൂല ചർമ്മം അല്ലെങ്കിൽ വെറ്റില മുറുക്കാനും 15 മിനിറ്റ്. ഈ 5 കാര്യങ്ങൾക്കും 18 മിനിറ്റ് വീതമാണ് എടുക്കുന്നത്. അപ്പൊ ഇതിൽ ആദ്യത്തെ 3 കാര്യങ്ങളാണ് ദോഷമായ സമയം, അതായത് പിന്നെ നെഗറ്റീവ് എനർജിയുള്ള സമയം. ദന്തശുദ്ധി വരുമ്പോഴും നെഗറ്റീവ് എനർജിയാണ്, സ്നാനം ചെയ്യുമ്പോഴും നെഗറ്റീവ് എനർജിയാണ്, പൂജ സമയത്ത് നെഗറ്റീവ് എനർജിയാണ്. അപ്പൊ ഈ 3ഉം കൂടെ പിന്നെ 56, അതായത് 54 മിനിറ്റ് എടുക്കും. കാരണം 18 3 54 മിനിറ്റ് എടുക്കും ഈ 3ഉം കൂടെ. അതായത് ഇതിന് ദന്തശുദ്ധിക്കും സ്നാനത്തിനും പൂജയ്ക്കും കൂടെ 54 മിനിറ്റ് സമയം എടുക്കും. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓരോന്നിനും 18 മിനിറ്റ് വീതം. അപ്പൊ വാസ്തു മുഹൂർത്തം തുടങ്ങുന്നത് ഈ 54 മിനിറ്റ് കഴിഞ്ഞിട്ട്, അതായത് നമുക്ക് നേരത്തെ തുടങ്ങി 8:12 വാസ്തു നിദ്ര വിട്ട് ഉണരുന്നത്. അത് കഴിഞ്ഞ് 54 മിനിറ്റ് 54 മിനിറ്റ് നെഗറ്റീവ് എനർജിയാണ്, അല്ലെങ്കിൽ പ്രതികൂല ഊർജമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഭോജന സമയം. ഭോജനത്തിന്റെ സമയം തുടങ്ങുന്ന എപ്പോഴാണ്? 8:12 54 കൂടെ. അപ്പൊ 9 മണി 6 മിനിറ്റ് വരും. 8:12 54 മിനിറ്റ് കൂട്ടുമ്പോൾ 9:06 വരും. അപ്പോൾ 9 മണി 6 മിനിറ്റിനാണ് വാസ്തു മുഹൂർത്തം തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം 2 കാര്യങ്ങൾ, അതായത് 18 36 മിനിറ്റ്. അതായത് ഭോജനത്തിന് 18 മിനിറ്റ്, താമ്പൂല ചർമ്മണത്തിന് 18 മിനിറ്റ്. അപ്പോൾ 18 മിനിറ്റ് 36 മിനിറ്റ് വേണം ഈ അവസാനത്തെ 2 കാര്യങ്ങളായ ഭോജനവും താമ്പൂല ചർമ്മണം, അതായത് ആഹാരവും വെറ്റില മുറുക്കാനും. ഭോജനത്തിനും താമ്പൂല ചർമ്മണത്തിനും വേണ്ട സമയം 18 മിനിറ്റ് 36 മിനിറ്റ്. 36 മിനിറ്റ് 24 12, അപ്പോൾ 1.5 നാഴിക. അല്ലെങ്കിൽ 3/4 1.5 നാഴിക. അപ്പം 9:06 അതിൻ്റെ കൂടെ 1.5 നാഴിക, അല്ലെങ്കിൽ 1.5 നാഴിക എന്ന് പറയുമ്പോൾ 36 മിനിറ്റ്. 1.5 നാഴിക എന്ന് പറയുമ്പോൾ 36 മിനിറ്റ്. അപ്പൊ വാസ്തു മുഹൂർത്തം അവസാനിക്കുന്നത് 9:06 കൂടെ 36 മിനിറ്റ് കൂട്ടണം. 9 മണി 6 മിനിറ്റ് പ്ലസ് 36 മിനിറ്റ്, അതായത് 9 മണി 42 മിനിറ്റ്. 9:42 വാസ്തു മുഹൂർത്തം അവസാനിക്കും. അപ്പോ അന്നത്തെ വാസ്തു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ 9:06 മുതൽ 9:42 വരെയാണ്. ആ 36 മിനിറ്റ് ആണ്. അതിൽ ആദ്യത്തെ പകുതി, അതായത് ആദ്യത്തെ 18 9:06 മുതൽ 18:06 24 9:24 വരെ. 9:24 വരെയുള്ള സമയം പിന്നെ ഉത്തമമാണ്, അത് ആഹാരം കഴിക്കുന്നത്. അവസാനത്തെ 18 മിനിറ്റ് അത്യുത്തമമാണ്, അത് വെറ്റില മുറുക്കുന്ന അല്ലെങ്കിൽ താമ്പൂല ചർമ്മണത്തിന്റെ സമയം ഏറ്റവും നല്ലതാണ്. ആഹാരം കഴിക്കുന്ന സമയം ഉത്തമമാണ്, താമ്പൂല ചർമ്മണത്തിന്റെ സമയം അത്യുത്തമമാണ്, ഏറ്റവും നല്ലത്. അപ്പൊ സാധാരണ നമ്മൾ വാസ്തുമുഹൂർത്തത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഉദാഹരണത്തിന് കുറ്റി അടിക്കുമ്പോൾ അതിനൊരു അതിന്റെ വിളക്കും എല്ലാം കത്തിച്ച് അതിന് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ആ പൂജാതി കർമ്മങ്ങളും എല്ലാം നമ്മൾ ആദ്യത്തെ, അതായത് ആഹാരം കഴിക്കാനുള്ള ഭോജനം തുടങ്ങുന്ന സമയത്ത് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ 18 മിനിറ്റ് കൊണ്ട് പൂജ എല്ലാം തീർത്തു വയ്ക്കുക. അതായത് ഭോജനം കഴിക്കുന്ന സമയത്താണ് ഈ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നല്ലത്. പക്ഷെ ആക്ച്വലായിട്ട് ഇപ്പൊ കുറ്റി അടിക്കുകയാണെങ്കിൽ കുറ്റി അടിക്കുന്നത് അവസാനത്തെ 15 മിനിറ്റാണ് ഏറ്റവും നല്ലത്, അതായത് താമ്പൂല ചർവണം അല്ലെങ്കിൽ വെറ്റില മുറുക്കുന്ന സമയം. ആ വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ വാസ്തുമുഹൂർത്തം അവസാനിക്കുമ്പോൾ 9:06 മുതൽ 9:42 വരെ വാസ്തുമുഹൂർത്തമാണ്. അതിൽ ആദ്യത്തെ പകുതി അല്ലെങ്കിൽ ആദ്യത്തെ 18 മിനിറ്റ് ഉത്തമമായിട്ടുള്ള സമയവും അവസാനത്തെ 18 മിനിറ്റ് അത്യുത്തമവുമാണ്. അതായത് 9 മണി 6 മിനിറ്റ് മുതൽ 9 മണി 42 മിനിറ്റ് വരെ വാസ്തു മുഹൂർത്തം. ഇങ്ങനെയാണ് വാസ്തു മുഹൂർത്തം നോക്കേണ്ടത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ അതിനകത്ത്? വാസ്തു മുഹൂർത്തം നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക. കേൾക്കുന്നില്ല? ആരും എന്തോ ശബ്ദം എന്തോ കേൾക്കുന്നുണ്ടോ, എന്തോന്ന് അറിയില്ല. സാർ ഈ 18 മിനിറ്റ് എങ്ങനെ കിട്ടുന്നത്? അത് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ശരി ശരി കേട്ടില്ല? അൺമ്യൂട്ട് ചെയ്യുക, മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡബിൾ ടോക്ക് കേൾക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ടേബിൾ ഞാൻ തന്നല്ലോ, എത്ര മണിക്ക് ഉണരുന്നു എന്നൊക്കെ പറഞ്ഞ് വാസ്തുമുഹൂർത്തം, അത്
പിന്നെ ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ടേബിളാണ്. ചില പഞ്ചാംഗത്തിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് ഈ ടേബിൾ. പക്ഷെ അത് ഞാൻ അതുപോലെ ഡിസ്കപ്പം ആറന്മുള വാസ്തുവിദ്യ പറഞ്ഞാൽ ഇതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ടേബിൾ, ഇതനുസരിച്ച് ചെയ്യണമെന്നാണ് അവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശം. അതുകൊണ്ടാണ് ആ സമയം ഞാൻ തന്നത്. ചില പഞ്ചാംഗങ്ങളിൽ ഈ വാസ്തുമുഹൂർത്തമായിട്ട് ബന്ധപ്പെട്ട സമയം കുറച്ച് വ്യത്യാസമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു സംശയം കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള സമയം അവിടെ ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലത്തിൽ അവർ തന്നിട്ടുള്ള സമയമാണ് ഞാനിവിടെ കാണിച്ചത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറയാം. ഇതുമായിട്ട് ഈ ചാപ്റ്റർ ഇതുമായിട്ട് വാസ്തു മുഹൂർത്തവുമായി ബന്ധപ്പെട്ട് വളരെ സിമ്പിളാണ്. കാര്യം മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളാണ്. ചിലപ്പം പരീക്ഷയ്ക്കും ചോദിച്ചെന്ന് വരാം. ഇങ്ങനെ ഉദയത്തിന്റെ സമയം തന്നിട്ട് വാസ്തു മുഹൂർത്തം കാണുക. ഈ സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തതിലൂടെ പോവുകയാണ്. അടുത്താണ് ശിലാന്യാസം. ശിലാന്യാസം എന്ന് പറയുന്നത് നമ്മൾ ആദ്യ ശില സ്ഥാപിക്കുന്നത്, അത് കല്ലിടുക എന്ന് നമ്മൾ പറയുന്നത്. ശിലാസ്ഥാപനം ആണ് ശിലാന്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ശില വിന്യസിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ കല്ലിടുന്ന സ്ഥലം. അപ്പൊ അതിന് നമ്മൾ പിന്നെ ഇവിടെ കാണിച്ചു തരാം. അത് ഇതിപ്പോ റെക്ടാങ്കുലർ ഷേപ്പിൽ കാണിച്ചത് എല്ലാം ക്ലിയർ ആയിട്ട് എഴുതാൻ വേണ്ടിയാണ്. ഈ 12 സ്ഥലത്ത് എഴുതണം. കറക്റ്റ് സ്ക്വയർ ആണെങ്കിൽ എഴുതാൻ കുറച്ച് പ്രയാസമായിരിക്കും. കാരണം ഇതിനകത്ത് ഈ ഹൈറ്റ് കുറവായതുകൊണ്ട് പ്രയാസമായിരിക്കും. ഞാൻ ലാപ്ടോപ്പിന്റെ സ്ക്രീനാണ്. അപ്പൊ ലാപ്ടോപ്പിന്റെ സ്ക്രീനിൽ അത് കാണിക്കാൻ, അതുകൊണ്ടാണ് ഇത് നീളം കൂട്ടി കാണിച്ചേക്കുന്നത്. ശരിക്കും ഇത് സ്ക്വയർ ആയിട്ടാണ് കാണേണ്ടത്. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം. 12 രാശികൾ, 12 മാസങ്ങൾ. ഇതില് നമ്മളിനി ഈ ശിലാന്യാസത്തിന് ഇപ്പൊ നമ്മൾ വാസ്തുപുരുഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് വാസ്തു മുഹൂർത്തം. ഈ ശിലാന്യാസത്തില് നമ്മൾ കാലപുരുഷനുമായിട്ട് ബന്ധപ്പെടുത്തുക. കാലപുരുഷൻ വേറൊരു എനർജി, ഒരു ഊർജ്ജം ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ശിലാന്യാസം. കാലപുരുഷൻ മീനമാസത്തിലെ പാദം അതിലിങ്ങനെ വളഞ്ഞിങ്ങനെ കിടക്കുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് നമുക്ക് പാദം മീനമാസത്തിൽ നോക്കാം. മീനം എന്നുള്ള നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്കൻ മൂലയിൽ നോക്കുക, പാദം. അപ്പൊ ഈ കാലപുരുഷന്റെ പാദം മീനം രാശിയിലാണ്. അത് കഴിഞ്ഞാൽ കണങ്കാല് വരുന്നത്, കണങ്കാൽ ഞാൻ മുട്ടിന് താഴെയുള്ള ഭാഗം, കണങ്കാല് വരുന്നത് കുംഭൻ രാശിയിലാണ്. മുട്ടുകൾ വരുന്നത് മകരം രാശിയിലാണ്. അതുപോലെ തുടകൾ രണ്ടും വരുന്നത് ധനുരാശിയിൽ. തുടയ്ക്ക് മുകളിലോട്ട് വന്നിട്ട് ആ ഗുഹ്യ ഭാഗം വരുന്നത് വൃശ്ചികൻ രാശിയിൽ. അതുപോലെ വസ്തിപ്രദേശം അടിവയർക്ക് ആ ഭാഗം വരുന്നത് തുലാം രാശി. അരക്കെട്ട് വരുന്നത് കന്നിരാശി. വയറ് ചിങ്ങൻ രാശി. ഹൃദയം വരുന്ന നെഞ്ചിന്റെ ഭാഗമൊക്കെ വരുന്നത് കർക്കിടകൻ രാശി. ബാഹുക്കൾ കൈകൾ വരുന്നത് മിഥുനം രാശി. മുഖം വരുന്നത് ഇടവൻ രാശി. ശിരസ് അല്ലെങ്കിൽ തല വരുന്നത് മേടൻ രാശി. അപ്പൊ ഇങ്ങനെ വളഞ്ഞു കിടക്കുകയാണ്. പാദം മീനൻ രാശിയിൽ ഇങ്ങനെ കണങ്കാല, മുട്ട, തൊട, ഗുഹ്യം, വസ്തിപ്രദേശം ഇങ്ങനെ വന്ന് വളഞ്ഞ് ശിരസ് വരുന്ന മേടൻ രാശിയിൽ ഇങ്ങനെ വളഞ്ഞ് ഈ കാലപുരുഷൻ ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പൊ അങ്ങനെ കിടക്കുന്ന പിന്നെ കാലപുരുഷന്റെ അരക്കെട്ടിന്റെ ഭാഗമായ കന്നി, ആ കന്നിരാശിയിൽ നമുക്ക് ശിലാസ്ഥാപനം നടത്താൻ പൊതുവെ ഉത്തമമായ സ്ഥലമാണ്. ശാസ്ത്രം പറയുന്നുണ്ട് കന്നിരാശി നല്ലതാണ്. പിന്നെ കല്ലിടുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ശിലാസ്ഥാപനം ചെയ്യുന്നതിന് കന്നിരാശി അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ്, തെക്ക് പടിഞ്ഞാറ് ഭാഗം നല്ലതാണ്. ഇനി വേറൊന്നും ഇവിടെ പറയുന്നത്, അത് പിന്നെ നോർത്ത് ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ ഇത് മാത്രമല്ല, മറ്റു ചില രാശികൾ പറഞ്ഞു, അതിലേക്ക് നമുക്ക് വരാം. പിന്നെ ഈ കന്നിരാശിയില്, അതായത് സൗത്ത് വെസ്റ്റ് ഭാഗത്ത്, പിന്നെ കന്നിമൂലയുടെ ഭാഗത്ത് പിന്നെ സ്റ്റോൺ ലേയിങ്, അതായത് ശിലാസ്ഥാപനം നടത്താൻ നല്ലതാണ്. ഇനി ഉദയരാശിയുടെ 10ാം രാശിയിലും ആകാമെന്ന് പറയുന്നുണ്ട്. ജ്യോതിഷപ്രകാരമൊക്കെ ഉദയരാശിയുടെ 10ാം രാശി എന്താണ്? ഈ ഉദയരാശിയുടെ 10ാം രാശി എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം.
ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പം പിന്നെ നമ്മൾ ഇത് കല്ലിടുന്ന സമയം നോക്കല്ല, കല്ലിടുന്ന ഇത് സമയമല്ല, സ്ഥാനമാണ്. സ്ഥാനം നോക്കുമ്പോൾ കല്ലിടുന്നതിന് നമ്മളിപ്പം ചിങ്ങമാസത്തിലാണ് കല്ലിടുന്നിരിക്കട്ടെ. അപ്പോൾ നോക്കുക, സൗത്ത് വെസ്റ്റ് നമ്മൾ നോക്കുക, വയറിന്റെ ഭാഗം, ചിങ്ങം വയർന്ന് കാണുന്നു. അപ്പൊ അത് ഒന്നെന്ന് എണ്ണിയിട്ട് പിന്നെ 10ാം രാശിയിലാണ്. അതായത് ചിങ്ങ 1, കന്നി 2, തുലാം 3, വൃശ്ചികം 4, ധനു 5, മകരം 6, കുംഭം 7, മീനം 8, മേടം 9, ഇടവം 10. അപ്പൊ ചിങ്ങത്തിൽ നിന്ന് എണ്ണിയാൽ 10ാം രാശി എന്ന് പറയുന്നത് ഇടവരാശിയാണ്. ഏത് മാസമാണോ നമ്മൾ കല്ലിടുന്നത് ആ മാസം മുതൽ എണ്ണണം. ആ മാസം മുതൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ പോകുമ്പോൾ 10ാം രാശി വരുന്ന നോക്കുക. അപ്പൊ ഇവിടെ ചിങ്ങം മുതൽ തുടങ്ങുകയാണെങ്കിൽ ഇടവം രാശി മുഖം വരുന്ന ഇടവരാശിയാണ് 10ാം രാശി വരുന്നത്. ആ ചിങ്ങമാസമാണ് കല്ലിടുന്നതെങ്കിൽ ഇടവം രാശിയിൽ കല്ലിടാം. ഇടവൻ രാശി കല്ലിടാന്ന് എന്താണ്? നമ്മൾ വീടിന്റെ ഇടവൻ രാശി കിഴക്ക് ഭാഗത്താണ്, നമ്മൾ ഈസ്റ്റ് കിഴക്ക് ഭാഗത്താണ് ഇടവൻ രാശി വരുന്നത്. അപ്പം വീടിന്റെ കിഴക്ക് വശത്തെ ആകെ നീളം, ആ നീളത്തെ 4ആയിട്ട് ഭാഗിക്കുക. ഉദാഹരണത്തിന് 1000 സെന്റിമീറ്റർ നീളമുണ്ട്, 250, 250, 250, 250, അപ്പോൾ 1000 ആകും. അപ്പൊ ഈക്വൽ ആയിട്ടുള്ള 4 ഭാഗങ്ങളാക്കുക. അതിന് ഈക്വലായിട്ട് വീടിന്റെ കിഴക്ക് വശത്തെ നീളം നമ്മൾ പ്ലോട്ടില് അല്ലെങ്കിൽ വാസ്തുവിദ്യകത്ത് കണ്ടുപിടിച്ചിട്ട് അതിനെ 4 ഭാഗങ്ങളാക്കുമ്പം അവിടെ പിന്നെ വടക്ക് നിന്ന് തെക്കോട്ട് 3ാമത്തെ ഭാഗത്താണ് ഇടവൻ രാശി വരുന്നത്. ആദ്യം മീനൻ രാശി, അത് കഴിഞ്ഞ് മേടൻ രാശി, 3ാമത്തെ ഭാഗത്ത് ഇടവൻ രാശി വരുന്നത്. അപ്പോൾ നമ്മൾ ആ കിഴക്ക് വശം നീളം വളർന്നിട്ട് അതിനെ 4ആയിട്ട് ഭാഗിച്ചിട്ട് 3ാമത് വരുന്നതിന്റെ അതിന്റെ മധ്യഭാഗത്തായിട്ട് കല്ലിടുന്ന വളരെ നല്ലതാണ്. അതാണ് പിന്നെ 10ാം രാശി എന്ന് പറയുന്നത്. അതായത് ഉദയരാശിയുടെ 10ാം രാശി എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഏത് ദിവസമാണോ ഏത് മാസമാണോ കല്ലിടുന്നത് അത് ഒന്നെന്ന് എണ്ണിയിട്ട് ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ പ്രദക്ഷിണ ദിശയിൽ 1, 2, 3 ഇങ്ങനെ എണ്ണി 10 വരെ എണ്ണുമ്പോൾ ഏത് വരുന്നത്? ഉദാഹരണത്തിന് നമ്മൾ തുലാമാസമാണ് കല്ലിടുന്നതെങ്കിൽ തുലാം 1, വൃശ്ചികം 2 അങ്ങനെ എണ്ണണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ 10 എന്ന് പറയുന്നത് നമുക്ക് കർക്കിടകത്തിൽ വരും. തുലാം 1, വൃശ്ചികം 2, ധനു 3, മകരം 4, കുംഭം 5, മീനം 6, മേടം 7, ഇടവം 8, മിഥുനം 9, 10ാം രാശി കർക്കിടക മാസം വരും. അപ്പൊ തുലാമാസത്തിലാണെങ്കിൽ കർക്കിടക രാശിയിൽ വേണം കല്ലിടാൻ. അതായത് തെക്ക് ഭാഗത്തെ 4ആയിട്ട് ഭാഗിക്കണം. വീടിന്റെ തെക്ക് ഭാഗത്തുള്ള നീളത്തെ 4ആയിട്ട് ഭാഗിച്ചിട്ട് കിഴക്കുന്ന പടിഞ്ഞാറോട്ട് 2ാമത്തെ ഭാഗത്ത് അതിന്റെ മധ്യഭാഗത്തായിട്ട് നമ്മൾ ആ ബോട്ടിൽ അവിടെയാണ് കല്ലിടാൻ ശിലാസ്ഥാപനം നടത്തേണ്ടത്, അതിന്റെ സ്ഥാനം. ഇതാണ് ശിലാന്യാസത്വമായിട്ട് ബന്ധപ്പെട്ട് ഇത് നോക്കുന്ന സാധനം. ഇനി ഇത് കൂടാതെ ഒരു കാര്യമുണ്ട്. അതായത് പിന്നെ നോർത്ത് ഇന്ത്യയിൽ ചിലയിടത്തൊക്കെ പാദത്തിന്റെ സ്ഥാനം മീനൻ രാശിയിലും ബാഹുക്കളുടെ സ്ഥാനം മിഥുനൻ രാശിയിലും ഒക്കെ കല്ലിടുന്ന ഒരു പതിവുണ്ട്. നമ്മുടെ കേരളത്തിലാണ് അത് ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. അതായത് അത് സ്കൂളിലെ നോർത്ത് ഇന്ത്യയിലാണ്. ഉത്തരേന്ത്യയില് മീനൻ രാശി പാദം വരുന്ന മീനൻ രാശിയും ബാഹുക്കൾ വരുന്ന, അതായത് നോർത്ത് ഈസ്റ്റ് ആണ് പാദം വരുന്ന മീനൻ രാശി, സൗത്ത് ഈസ്റ്റ് ആണ് ബാഹുക്കൾ വരുന്ന മിഥുനൻ രാശി. അപ്പൊ നോർത്ത് ഈസ്റ്റിലും സൗത്ത് ഈസ്റ്റിലും ശിലാന്യാസം ചെയ്യുന്ന ഒരു പതിവ് നോർത്ത് ഇന്ത്യയിലുണ്ട്. പക്ഷെ കേരളത്തിൽ അത് ചെയ്യാറില്ല. കേരളത്തിൽ ഒന്നുകിൽ ഏറ്റവും സാധാരണ നമ്മൾ ചെയ്യുന്നത് കന്നിമൂല, അതായത് അരക്കെട്ട് വരുന്ന കന്നിഭാഗത്താണ് സാധാരണ നമ്മൾ കല്ലിടുന്നത്. അതായത് തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കാണ്, വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക്. അല്ലെങ്കിൽ പിന്നെ ഉദയരാശിയുടെ 10ാം രാശി ഏത് മാസമാണോ കല്ലിടുന്നത് അതുപോലെ 10 എണ്ണുമ്പോൾ എവിടെ വരുന്നോ ആ ഭാഗത്ത് കല്ലിടാം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ശിലാന്യാസം ഓക്കെ. ധനുമാസത്തിലാ കല്ലിടുന്നെങ്കിലോ? ധനുമാസത്തിൽ കല്ലിടുന്ന നമ്മൾ നോക്കുക, ധനു 1 എടുക്കുക. അപ്പൊ കന്നിയിൽ വരും, സൗത്ത് വെസ്റ്റ് തന്നെ വരും. കന്നിമാസത്തിൽ വരും. ധനുമാസത്തിൽ പിന്നെ ആണ് നമ്മൾ കല്ലിടുന്നതെങ്കിൽ കന്നി രാശിയിൽ കല്ലിടാം. അത് സൗത്ത് വെസ്റ്റില്. നമ്മൾ ഈ വസ്തുവിനാണ് ഈ ദിശ തിരിക്കേണ്ടതല്ലേ? അല്ലല്ല, ഇത് തിരിക്കുന്ന വീടിന്റെയാണോ? നമ്മൾ കല്ലിടുന്നത് വസ്തുവിലല്ല കല്ലിടുന്നത്. ആ വീടിന്റെ സാധനം കണ്ടിട്ട് വീടിന്റെ കന്നിമൂലയുടെ ഭാഗത്താണ് നമ്മൾ സാധാരണ കന്നി എന്ന് പറഞ്ഞാൽ വീടിന്റെ കന്നിമൂല, അത് വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിലാണ് സാധാരണ കല്ലിടാറുള്ളത്. അതുപോലെ ഇത് വീടുമായിട്ട് ഈ കാണുന്ന വെളി കാണുന്ന 4 വരകളും വീടിന്റെ 4 ഏറ്റവും വെളിയിലുള്ള 4 ഭിത്തികളായിട്ട് സങ്കല്പിച്ച് ചെയ്യണം. സാർ ഒരു ഡൗട്ട്, അതായത് കല്ല്
വാനം എടുത്തതിന് ശേഷമാണ് കല്ലിടുന്നത്. അത് ചില സ്ഥലങ്ങളിൽ വാനം ലൊക്കേഷൻ ഈ പറഞ്ഞ ഉദയരാശിയുടെ 10ാം രാശി അല്ലെങ്കിൽ ഈ പറഞ്ഞ കന്നി മൂലക്കെ കുഴി കുഴിച്ചിട്ട് അവിടെ കല്ലിടുന്ന രീതിയുണ്ട്. ഇത് ഏതാ ശരി? അല്ല, വാനം വെട്ടുക എന്ന് പറഞ്ഞാൽ വാനം കംപ്ലീറ്റ് വെട്ടണം. ഏറ്റവും നല്ലത് കംപ്ലീറ്റ് വാനം വെട്ടി ചെയ്യുന്ന നല്ലത്. പക്ഷെ അത് വേണമെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ കല്ലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം കന്നിമൂല കുഴിക്കാൻ പാടില്ല. നമ്മൾ ആദ്യം കുഴിക്കുന്ന മീനൻ രാശി, അതായത് നോർത്ത് ഈസ്റ്റ് കോർണർ വേണം കുഴിക്കാൻ. എപ്പോഴും നമുക്കറിയാം ഒരു വെയിറ്റ്, ആദ്യം കന്നിമൂലയ്ക്ക് എപ്പോഴും വെയിറ്റ് വേണം, ഈശാന മൂലയ്ക്ക് വെയിറ്റ് കുറയണം. അപ്പൊ ആദ്യം നമ്മൾ മണ്ണെടുത്ത് മാറ്റുന്നത് അവിടെ കല്ലൊന്നും ഇടുന്നില്ല. പക്ഷെ നോർത്ത് ഈസ്റ്റിലും നമ്മൾ എത്ര കന്നിമൂലയിൽ എത്ര കുഴിക്കുമ്പോൾ 3 അടി കുഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ വാനം വെട്ടാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പിന്നെ അതിന്റെ ഫൗണ്ടേഷൻ കൊടുക്കാനായിട്ട് 3 അടി കുഴിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മീനൻ രാശി അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് കോർണറിൽ ആദ്യം നമ്മൾ 3 അടി കുഴിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കന്നിരാശി, അതായത് സൗത്ത് വെസ്റ്റ് വീണ്ടും 3 അടി കുഴിച്ചിട്ട് അവിടെ കല്ലിടാം. അപ്പൊ എന്റെ ചോദ്യം അതല്ല, വാനം എടുത്തു കഴിഞ്ഞിട്ട് കല്ലിട്ട് കഴിഞ്ഞാൽ അതവിടെ നിൽക്കും. അതല്ലെങ്കിൽ അകത്ത് കുഴി എടുത്തിട്ടാണെങ്കിൽ ആ കല്ല് ഡിസ്റ്റർബ്ഡ് ആവാണ്ട് അവിടെ നിന്നോളും. പലപ്പോഴും ഈ കല്ലിടുമ്പോൾ കല്ലിനകത്ത് സ്വർണ്ണമൊക്കെ നിക്ഷേപിച്ചിട്ടാണല്ലോ കല്ലിടുക. കല്ലിനകത്ത് കേട്ടില്ല, സ്വർണ്ണ അല്ലെങ്കിൽ പഞ്ചലോഹമൊക്കെ നവരത്നങ്ങളും ഒക്കെ വയ്ക്കും. ആ കല്ല് പിന്നെ അല്ലെങ്കിൽ കാണാതെ പോകുക രീതി. അതുകൊണ്ട് അകത്ത് കല്ലിടുന്നതും വാനത്തിലിടുന്നതും 2 രീതികളുണ്ടല്ലോ. വാനം വെട്ടിയിട്ട് എല്ലാ കംപ്ലീറ്റ് ചുറ്റും വാനം വെട്ടിയില്ലെങ്കിൽ പോലും ആ കന്നിമൂലയുടെ ഭാഗത്ത് എത്രയാണോ നമ്മളിപ്പോ 3 അടി ആണ് കുഴിക്കുന്നെങ്കിൽ ആ 3 അടി കുഴിച്ചിട്ട് അടിയിൽ നമ്മൾ ചാന്തൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ട് അതിന്റെ പുറത്താണ് ശിലാസ്ഥാപനം നടത്തുന്നത്. അപ്പൊ വാനം എടുത്തതിന് ശേഷം മാത്രമാണ് കല്ലിടാൻ പാടുള്ളൂ. വാനം എടുത്തതിനാണ് ആ കല്ലിടുന്ന ഭാഗത്തെങ്കിലും ആ കുഴി എടുക്കണം. ഈ വാനം എടുക്കുന്നതിന് സമയം നോക്കേണ്ടതുണ്ടോ? വാനം എടുക്കുന്നതിനില്ല, കല്ലിടുന്നതിനാണ് സമയം നോക്കേണ്ടത്. അപ്പൊ പണി തുടങ്ങുന്ന വാനം എടുക്കുന്ന പണി തുടങ്ങുന്നതായിട്ട് വരില്ലേ ശരിക്കും? അല്ല, പണി തുടങ്ങുന്നത് നമ്മൾ കുറ്റി അടിക്കുന്ന ദിവസമാണ്. കുറ്റി അടിക്കുമ്പോഴേ നമ്മൾ വീടിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. അത് ഗൃഹ ആരംഭം എന്ന് പറയുന്ന കുറ്റിയടിയാണ്. ആ കുറ്റിയടി നമ്മൾ ഉത്തമ മുഹൂർത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കല്ലിടുന്ന സമയത്തേ ഉള്ളൂ മുഹൂർത്തം നോക്കേണ്ടത്. കുഴിക്കുന്നതിന് നോക്കേണ്ട ആവശ്യമില്ല. ഈ കുറ്റി ഇരിക്കുന്നത് ഇപ്പൊ കന്നിമൂലയ്ക്ക് ആരോ അടിക്കണമെങ്കിൽ കന്നിമൂല കുറ്റി അടിക്കാൻ പാടില്ല. അത് നമ്മൾ വരും, ഇനി വരും അങ്ങോട്ട്. കന്നിമൂല അല്ല കുറ്റി അടിക്കേണ്ടത്. കുറ്റിയുടെ മൂലയായിട്ട് എടുക്കണോ ഫൗണ്ടേഷന്റെ മൂലയായിട്ട് എടുക്കണോ? ആ കുറ്റി കന്നിമൂലല്ല കുറ്റി അടിക്കേണ്ടത്. മീനൻ എവിടെയാണ് എവിടെ അടിക്കണ? മീനൻ രാശിയിലാണെങ്കിൽ അല്ല, മീനൻ രാശിയിലൊന്നുമല്ല കുറ്റി അടിക്കുന്ന അങ്ങനെയല്ല. അത് പറയാം, ഇനി വരും. അതായത് കുറ്റി അടിക്കുന്ന സാധനം കണ്ടുപിടിക്കാനുള്ള ഇതുണ്ട്, അതിലേക്ക് വരും നമ്മൾ പിന്നീട് വരും. അത് ഭിത്തിയുടെ സെന്റർ ആയിട്ടാണോ ഫൗണ്ടേഷന്റെ എഡ്ജ് ആയിട്ടാണോ നമ്മൾ എടുക്കുക? അല്ല, നമുക്കിപ്പം കുറ്റി സാധാരണ കന്നിമൂലയുടെ ഭാഗം ഉണ്ടല്ലോ, ഇപ്പൊ സൗത്ത് വെസ്റ്റ് കോർണർ ഉണ്ടല്ലോ വീടിന്റെ, അവിടുന്ന് ഇത്ര സെന്റിമീറ്റർ നമ്മളെ വടക്കുവശത്തോട്ട് ഇത്ര സെന്റിമീറ്റർ കിഴക്കുവശത്തോട്ട് എടുത്തിട്ട് അവിടെ വേണം കുറ്റി അടിക്കാൻ. സ്ഥാനമുണ്ട്, കുറ്റി അടിക്കേണ്ട സ്ഥാനമുണ്ട്. ആ സ്ഥാനം കണ്ടിട്ട് അവിടെ വേണം കുറ്റി, അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെയാണ് കുറ്റി ക്ലാസ് വരുന്നുള്ളൂ അല്ലേ? അത് വരുന്നുണ്ട്. ഓക്കെ, ശരി. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടാകും? സർ, എന്റെ പേര് മനോജ് സർ, മദ്രാസിലാണ് പറയുന്നത്. സാർ ഇപ്പൊ ഈ ശിലാന്യാസത്തിന്റെ ഒരു ചാർട്ട് കാണിച്ചല്ലോ, 12 കോളങ്ങളാക്കിട്ട് ഉള്ളത്. ഈ 12 മാസങ്ങളും ഇപ്പൊ ഈ ശിലാന്യാസം കൊണ്ട് സാർ ചാർട്ട് കാണിക്കുന്നുണ്ടല്ലോ, അത് ഈ 12 ഈ മലയാള മാസത്തിലും നമ്മൾ വന്നിട്ട് ഈ ശിലാന്യാസം ചെയ്യാലോ? അതെ, 12 മാസമല്ല, നമ്മള് ഒന്നുകിൽ കന്നിമാസം. ഓക്കെ, കന്നിമാസമല്ല, നമ്മള് മുഹൂർത്തം നോക്കണം, അത് വേറെയാണ്. ശിലാന്യാസം അല്ലെങ്കിൽ ശിലാസ്ഥാപനം ഇത് മുഹൂർത്തമായിട്ട് ബന്ധമില്ല. ഇത് സ്ഥാനവുമായിട്ടാണ് ഈ കാണിച്ചിരിക്കുന്ന സ്ഥാനം. പറയുന്നത് എന്താ വെച്ചാല് ഇപ്പൊ ഏത് മാസമാണോ അതിൽ നിന്ന് 10ാമത് എണ്ണീട്ട് ആ ഭാഗത്തിട്ടാണ് സാർ പറയുന്നത്. അത് സ്ഥാനം. നമ്മൾ ഏത് മാസമാണോ നമ്മള് ശിലാസ്ഥാപനം ചെയ്യുന്നത് ആ മാസത്തെ രാശി നോക്കിയിട്ട് അവിടുന്ന് പ്രദക്ഷിണ ദിശയിൽ 10ാം രാശിയിലിടാം. അങ്ങനെ നോക്കുമ്പോൾ സാറേ ഈ 12 മാസങ്ങളും ഈ ശിലാന്യാസത്തിന് ഉചിതമായിട്ടുള്ള മാസങ്ങളാണോ എന്ന് ഞാൻ ചോദിക്കാത്ത സാറേ? അല്ല, ഉചിതം എന്ന് പറയുന്നത് സമയമാണ്. ഏത് മാസത്തിൽ അതിന് നമ്മൾ പ്രത്യേകമായിട്ട് ശിലാസ്ഥാപനത്തിലുള്ള സമയം പിന്നെ ജ്യോതിഷപ്പെടുന്നതിനെ കണ്ട് നോക്കണം, സമയം കുറിക്കണം. ആ സമയം ഒന്ന് കല്ലിടുന്ന സ്ഥാനം ആ സമയത്ത് ചെയ്യണം. പക്ഷെ അത് ഒന്നുകിൽ കന്നിമൂല ആകാം, അല്ലെങ്കിൽ ഉദയരാശിയിൽ നിന്ന് 10ാം രാശിയിലാകാം. അത് സ്ഥാനമാണ്, സമയമായിട്ട് ബന്ധമില്ല. സർ, നമ്മളത്
സർ ഒരു ഡൗട്ട്, ഈ ഉദയൻ രാശി എന്ന് പറയുന്നത് കൊണ്ടല്ലേ ഈ സംശയം നമുക്ക് വരുന്നത്? ഉദയമാസം എന്ന് പറഞ്ഞാൽ ഈ സംശയം ഉദയമാസം നമ്മൾ സാധാരണ ഇങ്ങനെ വരുമ്പോ രാശി ഒരു പറയാറുണ്ട്. അത് നമുക്ക് ജ്യോതിഷം കുറച്ചൊക്കെ ഇത് അല്ല, ജ്യോതിഷത്തില് 10ാം രാശി രാശിയിൽ നിന്ന് 10ാമത്തെ ഉദയം എന്ന് പറയുമ്പോ നമ്മള് ഈ രാവിലെ ചിങ്ങത്തിൽ തുടങ്ങി ഉച്ചയ്ക്ക് മുകളിൽ ഇടവത്തിൽ വന്ന് നിൽക്കും എന്നുള്ള ആ ജ്യോതിഷത്തിന്റെ രാശിയായിട്ട് നമ്മളിത് കുഴയില്ലേ? അല്ല, ഇത് വേറൊന്നും നോക്കണ്ട, ശ്രദ്ധിക്കുക, ഇത് വേറൊന്നും നോക്കണ്ട. രണ്ട് വിധത്തിൽ ഈ കല്ലിടുന്നതിന്റെ സ്ഥാനം, അതായത് ശിലാസ്ഥാപനം നടത്തേണ്ട സ്ഥാനം നോക്കാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നുകിൽ കന്നിമൂലയ്ക്ക് ഇടാം. അപ്പൊ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, ഏത് കന്നിമൂലയിൽ നമ്മൾ സമയം മുഹൂർത്തം നോക്കിയിട്ടേ ചെയ്യാവൂ. നമ്മൾ ജ്യോതിഷ പണ്ഡിതരുമായിട്ട് കൺസൾട്ട് ചെയ്ത് മുഹൂർത്തം നോക്കി ആ മുഹൂർത്തത്തിൽ വേണം പൂജയെല്ലാം ചെയ്തിട്ട്, ഗണപതി പൂജ അതൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ശിലാസ്ഥാപനം ചെയ്യാൻ. അത് ഒന്നുകിൽ കന്നിമൂലയിൽ ചെയ്യാം സ്ഥാനം, അല്ലെങ്കിൽ ഉദയരാശിയുടെ ഉദയരാശി എന്ന് പറഞ്ഞാൽ ഏത് മാസമാണോ കല്ലിടുന്നത് അതാണ്, ആ മാസത്തിനാണ് നമ്മൾ ഉദയരാശി എന്ന് പറയുന്നത്. അവിടുന്ന് 10 പ്രദക്ഷിണമായിട്ട് 10 എണ്ണീട്ട് 10ാം രാശിയിൽ നമുക്ക് ശിലാസ്ഥാപനം ചെയ്യാം. അതായത് നമുക്ക് മാസം എന്ന് പറയുന്നത് സൂര്യൻ ഏത് രാശിയിൽ വരുന്നോ അതാണ് നമുക്ക് മാസം എന്ന് പറയാം. ഇപ്പൊ ചിങ്ങത്തിലാണെങ്കിൽ ചിങ്ങമാസം എന്ന് പറയാ. സൂര്യൻ രവി എവിടെ നിന്ന് നിൽക്കുന്നോ അതിൽ 10 എണ്ണി കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലാണ് കല്ലിടാനാണ് സാർ പറയുന്നത്. രണ്ടാമത്തെ സാർ പറഞ്ഞത് ഉദയരാശിയുടെ 10ാം രാശി എന്ന് പറയുന്നു. അതും അതാണ് ഇപ്പൊ ഈ പറഞ്ഞത്. മറ്റൊന്ന് കന്നിമൂലയ്ക്ക് അരക്കെട്ടുള്ള പോർഷനിൽ കല്ലിടുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ അരക്കെട്ടെന്ന് കാണുന്നു, ശരിക്കും വാസ്തുപുരുഷന്റെ കാലിരിക്കണ ഏരിയയിലും കല്ലിടുന്നു എന്ന് പറയുന്നത്. രണ്ട് രീതിയിലും കേരളത്തിൽ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. വാസ്തുപുരുഷന്റെ കാല്, അതായത് വാസ്തുപുരുഷന്റെ പാദം പിന്നെ സൗത്ത് വെസ്റ്റിലും ശിരസ് വടക്ക് കിഴക്ക് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റുമാണ്. അപ്പൊ വാസ്തുപുരുഷ സങ്കല്പമാണ്. വടക്ക് മീനൻ രാശിയിലും കല്ലിടുന്നുണ്ട്. ശ്രദ്ധിക്കുക, വാസ്തുപുരുഷ സങ്കല്പം എടുക്കുകയാണെങ്കിൽ നമ്മൾ പാദത്തിലാണ് കന്നി വരുന്നത്, ശിരസ് വരുന്ന മീനത്തിലുമാണ് വാസ്തുപുരുഷ സങ്കല്പത്തില്. അപ്പൊ പാദത്തിന്റെ അവിടെയാണ് നമ്മൾ ഈ ശിലാന്യാസത്തിന് പറയുമ്പോൾ വാസ്തുപുരുഷന്റെ അല്ല എടുക്കുന്നത്, കാലപുരുഷന്റെയാണ്. കാലപുരുഷൻ കിടക്കുന്നത് നേരെ ഓപ്പോസിറ്റ് മീനമാസം ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന പാദം മുതൽ മേടമാസം ശിരസ് വരുന്ന വിധത്തിലാണ് കാലപുരുഷന്റെ കിടപ്പ്. അതായത് ഒരു മനുഷ്യൻ നിൽക്കുകയാണെങ്കിൽ മേടം ശിരസായിട്ട് വരികയും കാല് പാദം മീനായിട്ട് വരുന്ന ആ 12 രാശികൾ കാണിക്കുന്നു, അത്രേ ഉള്ളൂ അല്ലേ? അതെ, അതേ ഉള്ളൂ. മറ്റൊന്നൊരു സംശയം? ഓക്കെ. പക്ഷെ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ, ഈ ശിലാന്യാസം പറഞ്ഞത് കാലപുരുഷന്റെ കിടപ്പ് അനുസരിച്ചിട്ടാണോ? ശിലാന്യാസത്തിന്റെ സ്ഥാനം നോക്കുന്നത് കാലപുരുഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. സമയമല്ല, മുഹൂർത്തമല്ല, സ്ഥാനം നോക്കുന്നത്. അതാണ് ഈ പറഞ്ഞത്. അല്ല, ഇതിലെ പാദം കണ്ണങ്കാല് എന്ന് പറഞ്ഞത് കാലപുരുഷന്റെ കിടപ്പ് അനുസരിച്ചിട്ടെന്നാണോ പറഞ്ഞത്? അതെ, കാലപുരുഷൻ ഇതനുസരിച്ചിട്ടാണ് നമ്മള് കാലപുരുഷന്റെ അരക്കെട്ട് വരുന്ന കന്നി രാശിയിലും പിന്നെ അതുപോലെ തന്നെ ഉദയരാശിയുടെ 10ാം രാശിയിൽ വരുന്ന രാശിയിലുമാണ് നമ്മള് പിന്നെ ഇതിന് ഏറ്റവും നല്ല സ്ഥാനം പിന്നെ ശിലാസ്ഥാപനം നടത്താനുള്ള സ്ഥാനം. ക്ലിയറായോ? മാഡത്തിന് ഡൗട്ട് തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാലപുരുഷൻ വാസ്തു സ്ഥലത്ത് കിടക്കുന്നതല്ല, ഒരു നിൽക്കുന്ന വ്യക്തിന്റെ കാര്യമായിട്ട്. ഇത് കാലപുരുഷൻ നിൽക്കുന്നതായിട്ടല്ല, ഇങ്ങനെ പാദം മീനൻ രാശി മുതൽ കണങ്കാല് പിന്നെ കുംഭൻ രാശി മുട്ട് നമ്മൾ നിൽക്കുമ്പോ എങ്ങനെ വരുന്നെങ്കിൽ തുടകൾ ധനുരാശി ഗുഹി ഇങ്ങനെ വന്ന് ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ്. മീനൻ രാശി പാദം മുതൽ ഇങ്ങനെ വന്ന് കംപ്ലീറ്റ് വന്ന് തല വന്ന് മേടൻ രാശി വന്ന് ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ ചുറ്റി കിടക്കുകയാണ്. അങ്ങനെയാണ് കാലപുരുഷനെ സങ്കല്പം. കാലപുരുഷ സങ്കല്പം അങ്ങനെയാണ്. മനസ്സിലായില്ലേ? ഹലോ, മനസ്സിലായി സർ. കാലപുരുഷന്റെ സങ്കല്പം അങ്ങനെയാണ്. പാദം മീനൻ രാശി അങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ വളഞ്ഞു കിടക്കുകയാണ്. ഓക്കെ. ഇനി നമ്മൾ 4 ഈ കോൺ ശിലകൾ, അതായത് 4 മൂലകൾ, അതായത് നമുക്ക് കോൺ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പൊ ഇവിടെ കന്നിമൂല ഒരു കോണാണ്. ധനു, അതായത് പിന്നെ സൗത്ത് വെസ്റ്റ് കോൺ മൂല, അതുപോലെ വടക്ക് പടിഞ്ഞാറേ മൂല, വടക്ക് കിഴക്കേ മൂല, തെക്ക് കിഴക്കേ മൂല, 4 മൂലകളുണ്ട്. അപ്പൊ ആ 4 മൂലകളുമായിട്ട് ബന്ധപ്പെട്ടിയാണ് ഇവിടെ നോക്കാം. കോൺ ശിലയുടെ നാമങ്ങൾ തെക്ക് പടിഞ്ഞാറ് വയ്ക്കുന്ന ആദ്യത്തെ കല്ല്, ആദ്യം നമ്മള്
ശിലാസ്ഥാപനം ചെയ്യുമ്പോൾ തെക്ക് പടിഞ്ഞാറ് വയ്ക്കുന്ന ആദ്യ ശിലയുടെ പേരാണ് സുമംഗലി എന്നാണ് അതിന് പറയുന്നത്. കന്നിമൂലയുടെ ഭാഗത്ത് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുന്ന കല്ല്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ശിലാസ്ഥാപനം നിർവഹിക്കുമ്പം ആ കന്നിമൂലയിലാണ് നമ്മൾ ആദ്യമായിട്ട് ശിലാസ്ഥാപനം നടത്തുന്നതെങ്കിൽ ഓം ശ്രീ സുമംഗലിയായ നമഃ എന്ന് 3 പ്രാവശ്യം ജപിക്കണം എന്നാണ് ആ കല്ലിടുമ്പം നമ്മൾ ജപിക്കണത്. കല്ലിടുന്ന സമയത്ത് ആരാണോ ആ കല്ല് ഇടുന്ന ഗൃഹനാഥ ആരെയാണോ കല്ലിടുന്നത് അവര് ആ കല്ലിൽ തൊട്ടുകൊണ്ട് ഓം ശ്രീ സുമംഗലിയായ നമഃ എന്ന് 3 പ്രാവശ്യം ജപിച്ചിട്ട് വേണം കല്ലിടാനാണ്. കാരണം സൗത്ത് അത് കന്നിമൂലയിലാണ് കല്ലിടുന്നതെങ്കിൽ 10ാം രാശിയിലാണെങ്കിൽ അത് വേണ്ട. കന്നിമൂലയിലാണ് കല്ലിടുന്നതെങ്കിൽ ഓം ശ്രീ സുമംഗലിയായ നമഃ എന്ന് 3 പ്രാവശ്യം ജപിച്ചിട്ട് ആ കല്ല് സ്ഥാപിക്കണം എന്നാണ്. അത് തെക്ക് പടിഞ്ഞാറുള്ള ശിലയ്ക്ക് സുമംഗലി, വടക്ക് പടിഞ്ഞാറുള്ള ശിലയ്ക്കാണെങ്കിൽ ഭദ്രങ്കരി, അതുപോലെ വടക്ക് കിഴക്കുള്ള ശിലയ്ക്കാണെങ്കിൽ ശുക്ല, പിന്നെ തെക്ക് കിഴക്കുള്ള ആണെങ്കിൽ സുഭഗ. ഈ 4 പേരുകൾ 4 മൂലകളിലുള്ള ആദ്യം സ്ഥാപിക്കുന്ന കല്ലുകൾക്ക് ഉള്ള പേരാണിത്. കന്നിമൂലയിൽ അതായത് സൗത്ത് വെസ്റ്റിൽ സുമംഗലി, നോർത്ത് വെസ്റ്റിൽ ഭദ്രങ്കരി, നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക്, ഈശാന്യ മൂലയിൽ ശുക്ല, അഗ്നിമൂല അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് സുഭഗ. ഇത് 4 കല്ലുകൾക്ക് 4 പേര് കൊടുത്തിരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അത് ക്ലിയർ ആയി ആയിരിക്കുന്നു. മാഷെ സ്പീഡ് ഇത്തിരി കൂടുതലല്ലേ? ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒന്നുമില്ല. കാരണം കോൺശിലയുടെ നാമങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 4 എണ്ണം പറഞ്ഞ ഇതൊക്കെ പുസ്തകത്തിലുണ്ട്, നമുക്ക് നോക്കിയാൽ മതി. പക്ഷെ നമ്മൾ ഈ കുറച്ച് കണക്കുകളൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് പതുക്കെ പോകേണ്ടി വരും. അപ്പൊ നമുക്ക് അതിന് കൂടുതൽ സമയം കിട്ടാൻ വേണ്ടി ഇതൊക്കെ നമുക്ക് ജസ്റ്റ് കോൺശിലയുടെ നാമങ്ങൾ അതിനകത്ത് പ്രത്യേകിച്ച് സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? തെക്ക് പടിഞ്ഞാറ് സുമംഗലി, വടക്ക് പടിഞ്ഞാറ് ഭദ്രങ്കരി, വടക്ക് കിഴക്ക് ശുക്ല, തെക്ക് കിഴക്ക് സുഭഗ. ആ പേര് കേൾക്കുന്നതുകൊണ്ടേ പെട്ടെന്ന് പറഞ്ഞു പോകും. ആദ്യമായി കേൾക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോ ഒരു അല്ല അത് പിന്നെ നമുക്ക് കൂടുതൽ മനസ്സിൽ ഉറക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയി നമ്മൾ വായിച്ചു പോകുമ്പോൾ ക്ലിയർ ആവും. ഈ പുസ്തകങ്ങള് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ് വരുത്താനായിട്ടുള്ള അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് പുസ്തകങ്ങൾ കിട്ടും. പിന്നെ നിങ്ങളുടെ അഡ്രസ്സ്, പോസ്റ്റൽ അഡ്രസ്സ് അതിന്റെ ഡയറക്ടർ ശ്രീ TP ലാലിന് കൊടുത്തു കഴിഞ്ഞാൽ പുസ്തകങ്ങൾ അദ്ദേഹം എത്തിച്ചേരും. അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾ അഡ്രസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 3 പുസ്തകങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ആ പുസ്തകങ്ങൾ നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചേരും. അതിനകത്ത് ഇതെല്ലാം ഉണ്ട്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. അപ്പൊ അത് നോക്കി നിങ്ങൾക്ക് വീട് പഠിക്കുകയും ചെയ്യാം. ക്ലിയർ ആയല്ലോ? പിന്നെ സ്പീഡ് കൂടി പോകുന്നെങ്കിൽ പറയാം, ആരും സംശയമില്ല. സ്പീഡ് കൂടി പോകുന്നെങ്കിൽ പറയാം. കാരണം ഇതൊക്കെ നമ്മൾ കുറച്ച് സ്പീഡിൽ പോയാലേ ഒക്കുള്ളൂ. കാരണം കണക്കുകൾ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്പീഡിൽ എടുക്കാൻ ഒക്കില്ല. അത് കുറച്ചുകൂടെ സ്ലോ ആയിട്ട് എടുക്കാൻ ഒക്കുള്ളൂ. സാർ ആരാണ് കല്ലിടേണ്ടത് എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞാൽ ഉപകാരമായി. ആരാണ് കല്ലിടേണ്ടതോ? അതായത് വീട്ടിലുള്ള കല്ല് അല്ല, കല്ലിടുന്ന സാധാരണ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥൻ മിക്കവാറും സാധാരണ ഗൃഹനാഥനാണ്, അല്ലെങ്കിൽ ആ വീട്ടുകാരെങ്കിലും അത് ആ വീടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം. ആ വീടിനെ പ്രതിനിധീകരിക്കുന്ന ഒരാളായിരിക്കണം. സാധാരണ ഗൃഹനാഥൻ ചിലപ്പം ഗൃഹനാഥന്റെ ഇത് ചിലപ്പോൾ ഗൃഹനാഥ വെക്കാറുണ്ട്. അതായത് വീട്ടില് പ്രായം ചെന്ന ആൾക്കാരെ കൊണ്ട് ഇടിക്കുന്നതാണോ, വീട് ആരുടെ പേരിലാണ് പണിയേണ്ടത് അവരിടുന്നതാണോ, ഏതാ? പ്രായം ചെന്ന ആൾക്കാർ നിർബന്ധമില്ല, അത് അവർക്ക് അത് അവരാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പം ഞാൻ ഒരു വീട് വയ്ക്കുന്നു, എനിക്ക് എന്റെ അച്ഛനെ കൊണ്ട് ശിലാസ്ഥാപനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതാകാം. അത് വീട്ടുകാർ നിശ്ചയിക്കുക, അല്ല ഇന്ന ആളെന്ന് അങ്ങനെ പറയുന്നില്ല. വീടുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളായിരിക്കണം. വീട് വയ്ക്കുന്ന ആളുടെ അച്ഛനോ അമ്മയോ ഒക്കെ ആകാം. അതിൽ തന്നെ ഇപ്പൊ പല ചെങ്കല്ലിടുന്നുണ്ട്, കരിങ്കല്ലിടുന്നുണ്ട്, അത് അങ്ങനെയാണോന്നും കൂടി ഒന്ന് അറിയാം. അത് എപ്പോഴും നല്ലത് കരിങ്കല്ലാണ്. കരിങ്കല്ല് റെക്ടാങ്കുലർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് പ്രത്യേകം ഈ ശിലാസ്ഥാപനത്തിന് വേണ്ടി കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലിടുന്നവർ അവർ റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കും. ചിലതിനകത്ത് ഓം എന്നൊക്കെ എഴുതി വെച്ചിരിക്കും. അപ്പോൾ അത് കല്ല് പിന്നെ നേരത്തെ അവര് റെഡിമെയ്ഡ് കല്ല് അവിടെ കാണും. മിക്കവാറും ഈ കരിങ്കല്ല് കരിങ്കല്ലിന്റെ പണിയുള്ളവരുടെ അവിടെ കാണും. അപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി. അതാണ് സാധാരണ ശിലയായിട്ട് സ്ഥാപിക്കുന്നത്. അത് സാധാരണ എറണാകുളം ഭാഗത്തൊക്കെ ചെങ്കല്ല് ഇടുന്ന രീതി കാണാറുണ്ട്. അത് ഇത്ര എണ്ണം വെക്കണം എന്ന് പറയണ കേട്ടിട്ടുണ്ട്. അത് 3 എണ്ണം വെക്കും സാർ. ഒരു മെയിൻ കല്ല്, അതിൽ 2 ദിവസത്തിൽ 2 ചെറിയ കല്ലുകളും വെക്കും. അത് ആ ഡീറ്റെയിലൊക്കെ അതിലേക്ക് വരും. നമ്മൾ അത് കൂടുതലും വരുന്നത് നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഈ ഗ്രഹ ആരംഭമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഗ്രഹത്തിന്റെ വിവിധ
പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറ്റിയടി, കല്ലിടിയിൽ, അതുപോലെ തന്നെ കട്ട്ളവയ്പ്പ്, അതുപോലെ പാലുകാച്ചിനൊക്കെയുള്ള പ്രധാനപ്പെട്ട എങ്ങനെയൊക്കെയാണ് ചടങ്ങുകൾ എന്ന് വരെ ക്ലാസ് എടുക്കുന്നുണ്ട്. അത് പക്ഷേ ഇത് ഡിപ്ലോമ കോഴ്സ് ഇല്ല, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. ഓക്കെ ഓക്കെ, ശരി ശരി. ഇത് കഴിഞ്ഞ് നമ്മള് ഇതോടുകൂടി ഈ ചാപ്റ്റർ തീരുകയാണ്. കോൺസിലേഴ്സ് ഇതോടുകൂടി ഈ ചാപ്റ്റർ തീരുകയാണ്. അടുത്ത രണ്ടാമത്തെ ചാപ്റ്ററാണ്, അത് വസുധാലക്ഷണം. വസുധാലക്ഷണം എന്ന് പറയുന്നത് വീടുമായിട്ടില്ല, വീടിരിക്കുന്ന നമുക്ക് ആദ്യം വീടിലോട്ട് ഉള്ള വീടിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് ഭൂമിയുടെ കാര്യങ്ങൾ, ആ ഭൂമി ഉത്തമമായ ഭൂമിയിലായിരിക്കണം വീട് വയ്ക്കേണ്ടത്. അപ്പൊ അങ്ങനെ ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ വസുധാലക്ഷണം എന്നുള്ള ചാപ്റ്ററിലാണ്. ഭൂമിയുടെ ഷേപ്പ് എങ്ങനെയായിരിക്കണം, അതുപോലെ അങ്ങനെ ഒരു ഭൂമിയുടെ പൊക്കം താഴ്ച എങ്ങനെയായിരിക്കണം, ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ രണ്ടാമത്തെ ഈ വസുധാലക്ഷണം എന്നുള്ള ചാപ്റ്ററിലാണ്. അത് ആദ്യം ഉത്തമ ഭൂമി ലക്ഷണം ഏതാണെങ്കിൽ നമുക്ക് എഴുതാം. 9 കാര്യങ്ങൾ പറയുന്നുണ്ട്. വാസ്തുശാസ്ത്രത്തില് ഉത്തമ ഭൂമിക്ക് 9 ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ആ 9 ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഉത്തമമായ ഭൂമിയാണ്. അങ്ങനെ 9 കിട്ടുന്ന സ്ഥലം കാണില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇപ്പൊ ഒരു സ്ഥലത്ത് 6 കാര്യങ്ങളുണ്ട്, ബാക്കി 3 കാര്യങ്ങളില്ലെങ്കിലും അത് നല്ലതായിരിക്കും. അപ്പൊ അതിന്റെ ഒരു ഏറ്റവും നല്ലത് ഈ 9 ഉള്ളതാണ്. 9 കൊണ്ട് ഈ 9 മോശമാണെങ്കിൽ അധമ ഭൂമിയാണ്. ഈ 9 ഈ പറയുന്ന കാര്യങ്ങൾ 9 ഉള്ള ഒരു ഭൂമി ഉത്തമ ഭൂമിയും 9 മോശമായ സ്ഥലമാണെങ്കിൽ അത് അധമ ഭൂമിയാണ്. അതിന് ഓരോന്നായിട്ട് ആദ്യം പറയുന്നത്, ഒന്നാമത് പറയുന്നത് മനുഷ്യർക്കും പശുക്കൾക്കും സന്തോഷകരമായിട്ടുള്ളത്. വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ 9. അതായത് മനുഷ്യർക്കും പശുക്കൾക്കും സന്തോഷകരമായിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു സ്ഥലം കാണുമ്പോൾ ഒരു വീട് വയ്ക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഗൃഹനാഥൻ ആ വീട് വയ്ക്കുന്ന ആൾക്ക് ആ സ്ഥലം കാണുമ്പോൾ, ചില സ്ഥലങ്ങൾ കാണുമ്പോൾ അവർക്ക് ആ സ്ഥലം ഇഷ്ടപ്പെടും. അതിന് പ്രത്യേകിച്ചൊരു അതിന്റെ ടെക്നിക്കലായിട്ട് അല്ലെങ്കിൽ സാങ്കേതികമായിട്ട് മനസ്സിലാക്കിയൊന്നും ആയിരിക്കില്ല ഈ സ്ഥലം അവർക്ക് ഒരു സ്ഥലം കാണുമ്പോൾ അവർക്ക് അതിന് ഇഷ്ടപ്പെടും. പല കാരണങ്ങൾ കാണാം, അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഇപ്പൊ എനിക്ക് ഉള്ള കാരണമായിരിക്കില്ല വേറൊരാൾക്ക്. ഒരു സ്ഥലം കാണുമ്പോഴത്തേക്ക് ചിലർക്ക് അതങ്ങ് ഇഷ്ടപ്പെടും. അതാണ് മനുഷ്യർക്ക് സന്തോഷകരമായിട്ടുള്ളത്. ഇനി പശുക്കൾക്ക് സന്തോഷകരമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അത് ചുറ്റും ഇപ്പോൾ ഒരു കോമ്പൗണ്ട് വാളൊക്കെ ഉള്ള ഒരു ഭൂമിയാണെങ്കിൽ ആ ഭൂമിയിൽ നമ്മളൊരു പശുവിനെ വന്ന് അഴിച്ചു വിടണം, കയറഴിച്ചങ്ങ് വിടണം. കയറഴിച്ച് വിട്ട് അത് അവിടെ പുല്ലുമൊക്കെ തിന്ന് കുറെ നേരം നിന്നിട്ട് അത് എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ ആ കിടക്കുന്ന സ്ഥലം ഉത്തമമാണ്. പശു ആഹാരം കഴിച്ച് അയവിറക്കാനായിട്ട് എവിടെയെങ്കിലും സ്ഥലത്ത് കിടക്കുകയാണെങ്കിൽ ആ സ്ഥലം, ആ കിടക്കുന്ന സ്ഥലം അവിടെ ഉത്തമമാണെന്നാണ്. അത് ഉത്തമ ഭൂമി ലക്ഷണത്തിൽ വരും അങ്ങനെ കിടക്കുന്നത്. അതാണ് മനുഷ്യർക്കും പശുക്കൾക്കും സന്തോഷകരമായിട്ടുള്ള സ്ഥാനം. രണ്ടാമത് ഉപയോഗയോഗ്യമായ ഫലങ്ങളും പുഷ്പങ്ങളും പാലുമുള്ള വൃക്ഷങ്ങൾ ധാരാളമുള്ളത്. അതായത് നല്ല ഉപയോഗയോഗ്യമായ ഫലങ്ങൾ. ഇപ്പൊ മാങ്ങ അല്ലെങ്കിൽ പ്ലാവിന് ചക്ക, ഇതൊക്കെയാണ് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫലങ്ങൾ. അതുപോലെ പുഷ്പങ്ങൾ, പാല്, ഇതൊക്കെയുള്ള വൃക്ഷങ്ങൾ ധാരാളമുള്ള സ്ഥലമായിരിക്കണം. അത് ശരിക്കും വൃക്ഷങ്ങളൊക്കെ വളരുന്ന സ്ഥലം ചുരുക്കം, വൃക്ഷങ്ങളൊക്കെ ധാരാളം വളരുന്ന സ്ഥലമായിരിക്കണം. അതാണ് രണ്ടാമത്തെ ഉത്തമ ഭൂമി ലക്ഷണം. രണ്ടാമത് ഉപയോഗയോഗ്യമായ ഫലങ്ങളും പുഷ്പങ്ങളും പാലുമുള്ള വൃക്ഷങ്ങൾ ധാരാളമുള്ള സ്ഥലം. മൂന്നാമത് നിരപ്പുള്ളതും. നാലാമതാണ് മാർദ്ദവമുള്ളത്. നിരപ്പുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവലായിരിക്കണം. ഒരു കുഴി പൊങ്ങി കുന്നും കുഴിയൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അതിനല്ലെങ്കിൽ ഉത്തമ ഭൂമി ആക്കിയിട്ട് നിരപ്പാക്കിയിട്ട് ചെയ്യുക. അല്ലാതെ അങ്ങനെ കുന്നും കുഴിയൊക്കെ ഉള്ള ഭാഗം അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് തന്നെ വീട് വയ്ക്കാൻ പാടില്ല. വീട് വെക്കാറില്ല നമ്മൾ, പക്ഷെ നിരപ്പുള്ള സ്ഥലത്താണ് നല്ലത്. മാർദ്ദവമുള്ളതെന്ന് പറഞ്ഞാൽ വലിയ പാറക്കെട്ടുകളൊക്കെ നല്ല കട്ടിയായിട്ടുള്ള ഭാഗത്തൊക്കെ വീട് വയ്ക്കാൻ നല്ലതല്ല. എന്നാൽ ആ ഉപരിതലം കുറച്ച് മാർദ്ദവമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലമായിരിക്കണം. അത് നിരപ്പുള്ളതും മാർദ്ദവമുള്ളതുമായിരിക്കണം. ഇപ്പൊ 4 മനുഷ്യർക്കും പശുക്കൾക്കും സന്തോഷകരമായിട്ടുള്ളത്. രണ്ടാമത് ഉപയോഗയോഗ്യമായ ഫലങ്ങളും പുഷ്പങ്ങളും പാലുമുള്ള വൃക്ഷങ്ങൾ ധാരാളമുള്ളത്. 3 നിരപ്പുള്ളത്. 4 മാർദ്ദവമുള്ളത്. 5 പദവിന്യാസത്തിൽ പോലും മുഴക്കമുള്ളത്. പദവിന്യാസത്തിൽ പോലും മുഴക്കമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം മണ്ണിൽ കുടിയെ നടക്കുകയാണ്, ചെരുപ്പിട്ടുകൊണ്ട് നടക്കുമ്പോഴല്ല, ചെരുപ്പിടാതെ നഗ്നപാതനായിട്ട് നമ്മൾ നടക്കുമ്പോൾ ഒരു ശബ്ദം, ആ ഒരു മുഴക്കത്തിന്റെ ഒരു ശബ്ദം പോലെ ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നല്ല ഭൂമിയാണെങ്കിൽ ആ ഒരു മുഴക്കം കേൾക്കും. അത് മോശമായ ഭൂമി, വലിയ കട്ടിയുള്ള ഭൂമിയൊക്കെ ആണെങ്കിൽ ആ മുഴക്കം കേൾക്കില്ല.
ആണ് പദവിന്യാസത്തിൽ പോലും മുഴക്കമുള്ള ഭൂമി ഉത്തമ ഭൂമിയാണ്. അഞ്ചാമത്തെയായി. ആറാമത്തെ പ്രദക്ഷിണഗതിയായി നീരൊഴുക്കുള്ളത്. പ്രദക്ഷിണഗതിയായി നീരൊഴുക്കുകൾ എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൂടി വെള്ളം ഒഴുകുന്ന സ്ഥലമായിരിക്കണം. അതിനകത്ത് അതായത് ഈവൻ വാസ്തു കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് പോലും സംശയമുള്ള ഒന്നാണ് ഈ പ്രദക്ഷിണഗതിയായി നീരൊഴുക്കുകൾ എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഈ ചാപ്റ്ററിൽ തന്നെ പിന്നെ വസ്തുവിന്റെ പൊക്കവും താഴ്ചയും പറ്റി പഠിക്കുക. ഏത് ഭാഗം പൊങ്ങിയിരിക്കുന്നു, ഏത് ഭാഗം താന്നിരിക്കുന്നു എന്നുള്ള അനുസരിച്ച് ഭൂമിയുടെ ഗുണത്തിന് വ്യത്യാസം വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏറ്റവും നല്ല ഉത്തമമായിട്ട് പറയുന്നത് കന്നിമൂലയുടെ ഭാഗം, കന്നിമൂല സൗത്ത് വെസ്റ്റ്, തെക്ക് പടിഞ്ഞാറ് ഭാഗം പൊങ്ങിയും ഈശാനുമൂല അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗം താന്നുമുള്ള ഭൂമി വളരെ നല്ലതാണെന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ഇനി വരും നിമ്നോന്നതി, സ്ഥലത്തിന്റെ നിമ്നോന്നതി. നിമ്നം എന്ന് പറഞ്ഞാൽ താഴ്ച, ഉന്നതി എന്ന് പറഞ്ഞാൽ ഉയർച്ച. നിമ്നോന്നതി എന്ന് പറയുമ്പോൾ ഉയർച്ച താഴ്ച. അങ്ങനെ ഉയർച്ച താഴ്ച അനുസരിച്ച് ഒരു ഭൂമിയെ 20 ഡിവൈഡ് ചെയ്യും. 20 തരം ഭൂമികളുണ്ട്. ഈ നിമ്നോന്നതി അനുസരിച്ച് 20 തരം ഭൂമികളുണ്ട്. അതിനെ പിന്നെ നമ്മൾ പിന്നീട് വരും. അപ്പൊ ഈ ചാപ്റ്ററിൽ തന്നെ അത് വരും. അപ്പൊ അത് പ്രദക്ഷിണഗതിയായി ഇപ്പൊ ഏറ്റവും നല്ല ഭൂമി കന്നിമൂല അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് പൊങ്ങിയും നോർത്ത് ഈസ്റ്റ് താണും, അതായത് വടക്ക് കിഴക്ക് ഈശാനുമൂല താന്നുള്ള ഭൂമി നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഒരു മഴയൊക്കെ പെയ്യുമ്പോൾ കന്നിമൂലയിൽ നിന്ന് വെള്ളം, കന്നിമൂലയുടെ ഇപ്പൊ ആ ഉത്തമമായ ഭൂമിയാണെങ്കിൽ, കന്നിമൂല പൊങ്ങിയത് ഈശാനുമൂല താന്നുള്ള ഭൂമിയാണെങ്കിൽ ഒരു നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ആ കന്നിമൂലയുടെ ഭാഗത്തുനിന്ന് ഈശാനുമൂലയുടെ ഭാഗത്തേക്ക് വെള്ളം ഒഴുക്ക് വരും. കാരണം പൊങ്ങിയ സ്ഥലത്തുനിന്ന് താഴോട്ടാണ് വെള്ളം ഒഴുകുന്നത്. അപ്പം കന്നിമൂലയുടെ ഭാഗത്ത് വീഴുന്ന വെള്ളം ഒലിച്ച് ഈശാനുമൂല അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് ഒഴുകി വരും. അപ്പൊ അങ്ങനെ ഒഴുകി വരുന്നത് 2 വിധത്തിലും. അതിൽ ഒരു പടം ഇവിടെ കാണിച്ചു തരാം. അപ്പൊ നോക്കുക, ഒരു നീല നിറത്തിലൊരു കണ്ടു. അത് പ്ലോട്ടാണെന്ന് ഇരിക്കട്ടെ. നമ്മളെ വീട് വയ്ക്കുന്ന പ്ലോട്ടാണ് ആ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിന്റെ സൗത്ത് വെസ്റ്റ് ആണ് ആ മൂല. നോർത്ത് ഈസ്റ്റ് മുകൾ ഭാഗം കിഴക്ക് എന്നുള്ള എടുക്കുമ്പോൾ നോർത്ത് ഈസ്റ്റും സൗത്ത് വെസ്റ്റും ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നോക്കുക, സൗത്ത് വെസ്റ്റിൽ നിന്നുള്ള വെള്ളം നോർത്ത് ഈസ്റ്റിലേക്ക് ഒഴുകുന്നത് ആ ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ പിന്നെ തെക്കുന്ന വടക്കോട്ട് ഒഴുകി പിന്നെ കിഴക്കോട്ട് ഒഴുകി ആ ചുവന്ന അങ്ങനെ ഒഴുകി അവിടെ സൗത്ത് വെസ്റ്റിൽ നിന്ന് നോർത്ത് ഈസ്റ്റിൽ പോകാം, അല്ലെങ്കിൽ തിരിച്ചു പോകാം. ഇങ്ങനെ ഒഴുകിപ്പോകാം. സൗത്ത് വെസ്റ്റിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് വെള്ളം ഒഴുകുന്ന ഇങ്ങനെ 2 വിധത്തിൽ ഒഴുകിപ്പോകാം. അപ്പൊ അങ്ങനെ ഒഴുകി പോവുകയാണെങ്കിൽ ഇതിൽ താഴെ കാണിച്ചിരിക്കുന്നത് ആദ്യം കാണിച്ച, അതായത് ഈ കാണിച്ചിരിക്കുന്ന പ്രദക്ഷിണമാണ്. സൗത്ത് വെസ്റ്റിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് പ്രദക്ഷിണ ദിശയിൽ, പ്രദക്ഷിണം അമ്പലത്തിലൊക്കെ നമ്മൾ പ്രദക്ഷിണം വയ്ക്കുന്നത് അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇപ്പൊ സൗത്ത് വെസ്റ്റിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് ചുമന്ന ലൈൻ കാണിച്ചിരിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, അല്ലെങ്കിൽ പ്രദക്ഷിണ ദിശയാണ്. പക്ഷെ ഇപ്പൊ ഇത് നോക്കുക, ഇപ്പൊ കാണിച്ചിരിക്കുന്ന അപ്രദക്ഷിണ ദിശയാണ്. പക്ഷെ കന്നിമൂലയിൽ വീഴുന്ന വെള്ളം വടക്ക് കിഴക്കോട്ട് ഒഴുകാൻ ചിലപ്പം അപ്രദക്ഷിണ ദിശയിൽ ഒഴുകിയെന്ന് വരാം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രദക്ഷിണഗതിയായി നീരൊഴുക്കുള്ളതെന്ന് പറയുന്നത്? അതാണ് നല്ല ഭൂമി എന്ന് പറയുന്നത്. അപ്രദക്ഷിണ ദിശയിൽ നീരൊഴുക്കുള്ള ഭൂമി നല്ല ഭൂമി അല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രദക്ഷിണഗതിയായി നീരൊഴുക്കുള്ള ഭൂമിയാണ്, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നീരൊഴുക്കുള്ള ഭൂമിയാണ് നല്ലത്. അപ്പൊ എങ്ങനെ പറയുന്നതിന്റെ അർത്ഥം ഇവിടെ പറഞ്ഞാല് ഇത് മഴ പെയ്യുമ്പോൾ ഒഴുകുന്ന വെള്ളം അല്ല ഉദ്ദേശിക്കുന്നത്, ഭൂമിക്ക് അടിയിൽ കൂടിയുള്ള ഒഴുക്കാണ്. ഭൂമിയുടെ അടിയിൽ കൂടി നമുക്ക് കിണറൊക്കെ കുഴിക്കുമ്പോൾ അടിയിൽ നിന്നുള്ള വെള്ളം കിട്ടും. അപ്പൊ ഭൂമിയുടെ അടിയിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിന്റെ ഒഴുക്ക് പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ അത് നല്ലതും അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ അത് ദോഷവുമാണ്. അപ്പൊ അല്ലെങ്കിൽ ആ ഭൂമി നല്ലതല്ല. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ നമുക്ക് ഈ ഭൂപരീക്ഷണം ഒരു ഭാഗമുണ്ട് ഈ ചാപ്റ്ററിൽ തന്നെ ഉണ്ട്, ഭൂപരീക്ഷണം. ആ ഭൂപരീക്ഷണത്തില് നമ്മുടെ ഭൂമിയുടെ അടിയിലുള്ള വെള്ളം പ്രദക്ഷിണ ദിശയിലാണോ അപ്രദക്ഷിണ ദിശയിലാണോ ഒഴുകുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു പരീക്ഷണമുണ്ട്. ആ ഭാഗം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ പ്രദക്ഷിണ ദിശയിൽ വെള്ളമൊഴുക്കുള്ളത് നല്ലതാണ്, ഭൂമിക്ക് അടിയിലുള്ള വെള്ളമാണ് ഉദ്ദേശിക്കുന്നത്. അപ്രദക്ഷിണ ദിശയിലാണ് ഒഴുകുന്നതെങ്കിൽ അത് നല്ലതല്ല. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ ഇപ്പം മനുഷ്യർക്കും പശുക്കൾക്കും സന്തോഷകരമായിട്ടുള്ള 1, 2 ഉപയോഗയോഗ്യമായ ഫലങ്ങളും പുഷ്പങ്ങളും പാലുമുള്ള വൃക്ഷങ്ങൾ ധാരാളമുള്ള സ്ഥലം, നിരപ്പുള്ള സ്ഥലം 3, മാർദ്ദവമുള്ള സ്ഥലം 4, പദവിന്യാസത്തിൽ പോലും മുഴക്കമുള്ളത് 5, പ്രദക്ഷിണഗതിയായി നീരൊഴുക്കുള്ളത് 6 ആയി. ഇനി 3 കൂടെ ഉണ്ട്, 9 ആണുള്ളത്. വിത്ത് കുഴിച്ചിട്ടാൽ വേഗം മുളയ്ക്കുന്നത്. അപ്പോൾ അതിൽ വിത്ത് എന്തെങ്കിലും ഇടുകയാണെങ്കിൽ അത് വേഗം മുളയ്ക്കുന്നത് നമുക്ക് അറിയാമല്ലോ. വേഗം എന്താണ് അത് ഈ ഭൂപരീക്ഷണം എന്നുള്ളതിനകത്ത് വരും. വിത്ത് കുഴിച്ചിട്ടാൽ ഈ വേഗം മുളയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നതെന്ന് ആ ഭൂപരീക്ഷണത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം
പെട്ടെന്ന് വിത്ത് മുളയ്ക്കുന്ന ഭൂമി നല്ലതാണ്, ഉത്തമമാണ്. വിത്ത് മുളയ്ക്കാൻ താമസം കൂടി വരുന്ന ഭൂമി നല്ലതല്ല. ഈ താമസമുള്ളതും താമസം ഇല്ലാത്തതും ഭൂപരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു കുഴി കുഴിച്ച് മണ്ണെടുത്ത് ആ മണ്ണ് തന്നെ കുഴിയിൽ നിറച്ചാൽ മണ്ണ് അവശേഷിക്കുന്നത് ഉത്തമ ഭൂമിയാണ്. അത് നമ്മളൊരു കുഴി കുഴിക്കുന്ന കുഴിയുടെ മണ്ണ് വെളിയിലെടുത്തിട്ട് തിരിച്ചാൽ മണ്ണ് ഇടുമ്പോൾ മണ്ണ് അധികം വന്നാൽ അത് നല്ല ഭൂമിയാണ്, ഉത്തമമാണ്. മണ്ണ് അത് അവശേഷിക്കുകയാണെങ്കിൽ കറക്റ്റ് ലെവലിൽ തന്നെ മണ്ണ് തീർന്നാൽ അത് മധ്യമമാണ്. തിരിച്ച് മണ്ണിടുമ്പോഴും ആ കുഴി നിറഞ്ഞില്ലെങ്കിൽ അധമമാണ്. അതുമൊക്കെ നമുക്ക് ഭൂപരീക്ഷണത്തിൽ മനസ്സിലാക്കാം കൂടുതലായിട്ട്. ഒരു കുഴി കുഴിച്ച് മണ്ണെടുത്ത് ആ മണ്ണ് തന്നെ ആ കുഴിയിൽ നിറച്ചാൽ മണ്ണ് അവശേഷിക്കുന്ന ഭൂമി നല്ലതാണ്. ശീതോഷ്ണാവസ്ഥ തുല്യമായിട്ടുള്ള ഭൂമി നല്ലതാണ്. ശീതോഷ്ണാവസ്ഥ അറിയാം, കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണെങ്കിൽ, അത് ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ എത്ര തണുപ്പായാലും നമുക്ക് വേണമെങ്കിൽ ഉടുപ്പിടാതൊക്കെ ചിലപ്പോൾ ഷർട്ട് ഇടാതെ ചിലപ്പം നടക്കാൻ പറ്റിയെന്ന് വരാം. ശീതോഷ്ണാവസ്ഥ ഏതാണ്ട് തുല്യമാണ്. അതേസമയം ചില സ്ഥലങ്ങളിലൊക്കെ വളരെ ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടായിരിക്കും, നമുക്ക് സഹിക്കാൻ പ്രയാസമുള്ള ചൂടായിരിക്കും. അതുപോലെ തണുപ്പെന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ തണുപ്പ്, നല്ല വലിയ ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ സ്വെറ്ററൊക്കെ ഇട്ടാൽ പോലും മതിയാകാത്ത തണുപ്പുള്ള സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ അവിടെ ശീതോഷ്ണാവസ്ഥ തുല്യമല്ല. അങ്ങനെ ശീതോഷ്ണാവസ്ഥയൊക്കെ അത് ചൂടുകാലമായാലും തണുപ്പ് കാലമായാലും വലിയ വ്യത്യാസം ഇല്ലാത്ത ഭാഗം ഉത്തമ ഭൂമിയാണ്. അപ്പൊ ഇത് ഇപ്പൊ നോക്കാം. അപ്പം ആദ്യത്തത് മനുഷ്യർക്കും പശുക്കൾക്കും സന്തോഷകരമായിട്ടുള്ളത്. രണ്ടാമത്തത് ഉപയോഗയോഗ്യമായ ഫലങ്ങളും പുഷ്പങ്ങളും പാലുമുള്ള വൃക്ഷങ്ങൾ ധാരാളമുള്ളത്. 3 നിരപ്പുള്ളത്. 4 മാർദ്ദവമുള്ളത്. 5 പദവിന്യാസത്തിൽ പോലും മുഴക്കമുള്ളത്. 6 പ്രദക്ഷിണഗതിയായി നീരൊഴുക്കുള്ളത്. 7 വിത്ത് കുഴിച്ചിട്ടാൽ വേഗം മുളയ്ക്കുന്നത്. 8 ഒരു കുഴി കുഴിച്ച് മണ്ണെടുത്ത് ആ മണ്ണ് തന്നെ ആ കുഴിയിൽ നിറച്ചാൽ മണ്ണ് അവശേഷിക്കുന്നത്. 9 ശീതോഷ്ണാവസ്ഥ തുല്യമായിട്ടുള്ളത്. ഇത് 9 ഉത്തമ ഭൂമി ലക്ഷണമായിട്ട് പറയുന്നത്. ഇത് 9 അതുപോലെയുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഇത് 9നും വിരുദ്ധമാണെങ്കിൽ, ഇത് എല്ലാത്തിനും നേരെ വിരുദ്ധമായിട്ടുള്ള സ്ഥലമാണെങ്കിൽ അത് നിരപ്പില്ല, മാർദ്ദവമല്ല, ഉള്ള കട്ടിയാണ്, പദവിന്യാസത്തിൽ മുഴക്കമില്ല, അപ്രദക്ഷിണഗതി നീരൊഴുക്കുള്ളത്, വിത്ത് കുഴിച്ചിട്ടാൽ മുളയ്ക്കാൻ താമസമുള്ളത്, അങ്ങനെയുള്ള ഒരു ഭൂമിയാണ്. അത് അധമമാണ്. ഇത് എല്ലാത്തിനും വിപരീതമായിട്ടുള്ള ഭൂമി അധമമാണ്. ഇതിന് വിപരീതമായിട്ടുള്ള ഈ 9 കാര്യങ്ങൾക്കും വിപരീതമായിട്ടുള്ള ഭൂമിയാണെങ്കിൽ അധമമാണ്. ഇനി കുറേയൊക്കെ ഇതനുസരിച്ചാണ്, കുറെ അല്ലാതെ ഇപ്പം ഈ 9-ൽ 4 എണ്ണം ഓക്കെ, 5 എണ്ണം മോശം, അല്ലെങ്കിൽ 5 എണ്ണം ഓക്കെ, 4 എണ്ണം മോശം, അങ്ങനെയൊക്കെ ഉള്ളത് മധ്യമമാണ്. ഇവ ഇടകലർന്ന് വരുന്നത് മധ്യമമാണ്. ഇതാണ് ഉത്തമ ഭൂമി ലക്ഷണത്തെ പറ്റി വാസ്തുശാസ്ത്രം പറയുന്നത്. അധമ ഭൂമി പറ്റി വേറെ ഇതിന് വിപരീതമായിട്ടുള്ള അധമമാണ്. അത് മാത്രമല്ല അധമ ഭൂമിക്ക് അതിന്റെ ഈ ഷേപ്പ്, ആകൃതിയൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് വരാം നമുക്ക്. അടുത്തത് അധമ ഭൂമി ലക്ഷണം. ഇതിപ്പോ എഴുതിയെടുക്കാം. ഈ പടം കാണിക്കണമെന്നില്ല, എഴുതിയെടുത്തെങ്കിൽ പറയാം, എഴുതി കഴിഞ്ഞെങ്കിൽ. ആരെങ്കിലും എഴുതി കഴിഞ്ഞെങ്കിൽ പറയണം. സാറേ ഈ നോട്ടൊക്കെ ബുക്കിൽ വരുന്നതല്ലേ സാറേ? ഇതൊക്കെ മിക്കവാറും പുസ്തകത്തിലുണ്ട്. എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ചിലർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എഴുതിയെടുക്കുക, അത്രേ ഉള്ളൂ. അടുത്തതിലേക്ക് പോകാമോ? ഓക്കെ, ഓക്കെ. നിങ്ങളുടെ എഴുതി കഴിഞ്ഞാൽ വേണ്ട. അപ്പൊ ഇതിന് വിപരീതമായിട്ടുള്ളത് അധമഭൂമി. ഇത് ഇടകലർന്ന് വരുന്നത് മധ്യമം. അടുത്തത് അധമഭൂമി ലക്ഷണം. ഈ അധമഭൂമി ലക്ഷണത്തിൽ കൂടുതലും അതിന്റെ ഇപ്പൊ നേരത്തെ എഴുതിയിട്ടുള്ള അധമം, നേരത്തെ പറഞ്ഞ 9 കാര്യവും വിപരീതമായിട്ട് വന്ന അധമഭൂമിയാണ്. അതുകൂടാതെ ഭൂമിയുടെ ആകൃതിയിൽ ഉണ്ട്, അത് നോക്കുക. വൃത്താകൃതിയിലുള്ള ഭൂമി, ഇത് അധമഭൂമിയാണ്. അതിന്റെ ഷേപ്പ്, ഭൂമിയുടെ ഷേപ്പ് വൃത്താകൃതിയിലാണ്. അതിനെ കറക്റ്റ് ചെയ്ത് ചെയ്യാം, അതിലേക്ക് നമുക്ക് വരാം. കറക്റ്റ് ചെയ്യാതെ വൃത്താകൃതിയിലുള്ള ഭൂമിയിൽ അതിന് വേറെ പ്രത്യേകിച്ച് ഒരു കറക്ഷനും ചെയ്യാതെ അങ്ങനെയുള്ള ഭൂമിയിൽ നമ്മൾ വീട് വെച്ച് താമസിച്ചാൽ അത് വളരെ അധമമായിട്ട് അല്ലെങ്കിൽ വളരെ ദോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. അർത്ഥവൃത്തം പകുതി, അത് ഇവിടെ ഇപ്പം പകുതി താഴോട്ടാണ് വൃത്തം, ഇത് മുകളിലായാലും നടുക്കുള്ള ലൈനിന്റെ മുകളിലോട്ടോ താഴോട്ടോ വലത്തോട്ടോ ഇടത്തോട്ടോ എങ്ങനെയായാലും
അർത്ഥവൃത്തം നല്ലതല്ല. വൃത്താകൃതി നല്ലതല്ല, അർത്ഥവൃത്താകൃതി നല്ലതല്ല. അപ്പോൾ നിങ്ങൾ വരച്ചോളൂ. വരച്ചു കാണുന്ന വിചാരിക്കുന്നു. അത് കഴിഞ്ഞില്ലെങ്കിൽ പറയാം. ഓക്കെ. അതുപോലെ ത്രികോണാകൃതിയിലുള്ള ഭൂമി, അത് നല്ലതല്ല. 3 കോണ അല്ലെങ്കിൽ 3 വശങ്ങളുള്ള ഭൂമി. 5 കോണുള്ള ഭൂമി. സാറേ വൃത്തത്തിന്റെ ഒന്നും കൂടി ഇടാമോ? വൃത്തത്തിന് സിമ്പിൾ അല്ലേ വൃത്തം? വൃത്തവും അർത്ഥവൃത്തവും. അർത്ഥവൃത്തം ഇതിനകത്ത് താഴോട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് മേൽപോട്ടും ആകാം, അല്ലെങ്കിൽ ഇടത്തോട്ടാകാം, വലത്തോട്ടാകാം, എങ്ങോട്ടായാലും ശരി അർത്ഥവൃത്തം നല്ലതല്ല. കഴിഞ്ഞല്ലോ. അർത്ഥം ത്രികോണാകൃതി, 5 കോൺ. അതെങ്ങനെ 5 കോൺ വന്നാലും 5 കോൺ അല്ലെങ്കിൽ 5 വശങ്ങളുള്ള ഭൂമി. അത് അതിനുള്ള വേണ്ട പരിഹാരങ്ങൾ ചെയ്യാതെ നമ്മൾ വീട് വെച്ച് താമസിച്ചാൽ ദോഷഫലം തരും. ഇതിങ്ങനെയാകാം, എങ്ങനെ വേണമെങ്കിലും ആകാം. 2 എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. ഇതെല്ലാം 5 കോണാണ്. ഈ രണ്ടെണ്ണവും 5 കോണാണ്. വരച്ചു കാണുന്ന വിചാരിക്കുന്നു. ശൂലത്തിന്റെ ആകൃതി. ശൂലത്തിന്റെ പറഞ്ഞാൽ കറക്റ്റ് ശൂലം പോലെ അങ്ങനെ ഒരു ഭൂമിയൊന്നും വരില്ല. ഏതാണ്ട് ഒരു ശൂലത്തിന്റെ ആകൃതി പോലെ തോന്നി. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതിപ്പോ ഒരു ഏതാണ്ട് ശൂലം പോലെയൊക്കെയുള്ള ആകൃതി വരും. ഇങ്ങനെയൊക്കെയുള്ള ഈ ഷേപ്പിലൊക്കെ ഉള്ള കറക്റ്റ് ശൂലം പോലെ അല്ല, ഒരു കാഴ്ചയിൽ ഒരു ശൂലത്തിന്റെ ആകൃതി പോലെ വരികയാണെങ്കിൽ ഒരൊറ്റ ഇങ്ങനെ നീണ്ട് മറ്റേത് 3 ആയിട്ട് ഇങ്ങനെ ഒരു വശം 3 ഭാഗങ്ങളായിട്ട് ഇങ്ങനെ വന്ന അങ്ങനെയുള്ള ആകൃതി, അത് നല്ലതല്ല. പറ്റുമെന്ന് വിചാരിക്കുന്നു. അടുത്തിലോട്ട് പോവാണ്. മുക്കോൺ മുറം, 3 മൂലയുള്ള മുറം. അതായത് സാധാരണ മുറം 4 വശമുള്ളതാണ്. ഇത് 3 വശങ്ങളുള്ള മുറം. അതിന്റെ ഷേപ്പ് ഇതാണ് മുക്കോൺ മുറം. ഈ ഷേപ്പിലുള്ള മുറത്തിന്റെ ആകൃതി. മത്സ്യത്തിന്റെ മീനിന്റെ ഒക്കെ ആകൃതി അത് നല്ലതല്ല. മത്സ്യാകൃതി. ഗജപൃഷ്ഠാകൃതി, ആനയുടെ പുറത്തെ പോലുള്ള ആകൃതി. അതൊന്നും കറക്റ്റ് ആനയെന്ന് പറയാൻ, എന്നാലും ഒരു ഉദ്ദേശം ആ ഷേപ്പ് അതുപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വശം നേരെ കുത്തനെ ഇങ്ങനെ പൊങ്ങിയിട്ട് സ്ലോപ്പായിട്ട് താന്ന് തലയുടെ ഭാഗം പോലെ വന്നിങ്ങനെ ഏതാണ്ടൊരു ആനയുടെ ഷേപ്പൊക്കെ വരുന്നത് കണ്ടാൽ കറക്റ്റ് ആനയും തോന്നില്ല. പക്ഷെ എന്നാലും ഈ ഷേപ്പാണ് ഗജപൃഷ്ഠാകൃതി. കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അടുത്തത് കൂർമാകൃതി, അതായത് പിന്നെ ആമയുടെ ആകൃതി. അവിടെ ആ പൊങ്ങിയ ഭാഗം കുറച്ചുകൂടെ ഫ്ലാറ്റ് ആയിരിക്കും, ഇച്ചിരി നീളം കൂടിയിരിക്കും, തല കുറച്ചുകൂടെ ചെറുതായിരിക്കും, മറ്റേ അങ്ങനെ ആമയുടെ ആകൃതി. കഴിഞ്ഞാണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞിട്ടില്ലെങ്കിൽ പറയാം. ഓക്കെ. പശുമുഖാകൃതി, പശുവിന്റെ മുഖത്തിന്റെ ആകൃതി. അതുകൊണ്ട് ഈ ഷേപ്പിൽ മുകളിലൊരു കൊമ്പ് പോലെയും കൃത്യമായിട്ട് ആ കർവ് അങ്ങനൊന്നും വരണമെന്നില്ല. പറ്റുന്ന വിചാരിക്കുന്നു. 6 കോൺ, അത് 6 കോൺ ഇതേ ഷേപ്പ് 6 വേണമെന്നില്ല, എങ്ങനെയായാലും മതി. 6 വശങ്ങളുള്ള ഭൂമി. 5 കോൺ നല്ലല്ലോ, നേരത്തെ പറഞ്ഞു. ഓക്കെ. കോൺ തിരിഞ്ഞ ഭൂമി. കോൺ തിരിഞ്ഞ ഭൂമി എന്ന് പറഞ്ഞാൽ വശങ്ങൾ, മൂലകൾ വശങ്ങളിലേക്ക്, വീടിന്റെ മൂലകൾ അല്ല ഭൂമിയുടെ, നമ്മൾ ഭൂമിയെ പറ്റിയ വീടല്ല, ഭൂമിയുടെ മൂലകൾ ദിശകളിലേക്ക് വരിക. കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ് 4 ദിശകളിലേക്ക് ആ പുരയിടത്തിന്റെ മൂലകൾ വരിക.
അത് എൻ്റെ പടം കാണിച്ചു തരാം. വേണ്ട ഈ ഷേപ്പിൽ ഭൂമി വരുന്നു. ഇത് കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ്. അപ്പം ആ ഭൂമിയുടെ മൂലകളാണ് ദിശകളിലേക്ക് വരുന്നത്. അതിനാണ് കോൺ തിരിഞ്ഞ ഭൂമി. അത് നല്ലതല്ല. എഴുതിയായിരിക്കുന്നു. ഇപ്പൊ ഇവിടെ നോക്കുക, നമ്മളിവിടെ ഒരു സ്ക്വയർ ഷേപ്പ് ഇവിടെ വരുന്ന കാണാം. അപ്പൊ ഈ സ്ക്വയർ ഷേപ്പ് നമുക്ക് ഇങ്ങനെയുള്ള ഷേപ്പ് ഇത് ഇവിടെ കോൺ തിരിഞ്ഞ ഭൂമി എന്ന് കാണിച്ചിരിക്കുന്നത്. ഇത് സാധാരണയുള്ളത് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് ഒക്കെ ഓരോ വശങ്ങളായിരിക്കും. ഇത് കോൺ തിരിയാത്ത കറക്റ്റ് ഭൂമിയാണ്. ഒരു ജസ്റ്റ് ഒരു ഇത് കാണിച്ചതേ ഉള്ളൂ, കമ്പാരിസൺ കാണിച്ചതേ ഉള്ളൂ. അവിടെ കാണിച്ചിരിക്കുന്നത് കോൺ തിരിയാത്ത കറക്റ്റ് ആയിട്ടുള്ളത് ഓരോ വശങ്ങളും ഓരോ ദിശയിലേക്ക്. ഇവിടെ നമ്മൾ കോൺ തിരിഞ്ഞ ഭൂമിയിൽ കാണിക്കുന്ന ഓരോ വശങ്ങളല്ല ദിശയിലേക്ക് വരുന്നത്, കോണുകളാണ് ദിശയിലേക്ക് വരുന്നത്. അതാണ് കോൺ തിരിഞ്ഞ ഭൂമി. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ, നല്ല ഭൂമി എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു എക്സാമ്പിൾ. ദിശയുമായി ബന്ധപ്പെട്ട് നല്ല ഭൂമിയിൽ ഉത്തമമായ ഭൂമിയാണ് അവിടെ ആ പടത്തിൽ കാണിച്ചിരിക്കുന്നത്, രണ്ടാമത് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അതുപോലെ ഉഴുത് നോക്കുമ്പോൾ നമ്മളെ ഉഴുത് നോക്കുമ്പോൾ ചാരം, കരിക്കട്ട, ഉമി, അസ്ഥി, തലമുടി ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ അത് മോശമാണ്, അധമ ഭൂമിയാണ്. നടുഭാഗം താണും ഉള്ളിൽ പോടുള്ളതും ദുർഗന്ധമുള്ളതുമായ ഭൂമി. മധ്യം താണ്, ചുറ്റുഭാഗം പൊങ്ങിയിരിക്കും, മധ്യഭാഗം താണിരിക്കും. അത് നല്ലതല്ല. അതുപോലെ ഭൂമിയുടെ ഉള്ളിലൊക്കെ പോറുണ്ടെങ്കിൽ, ഇപ്പം പാമ്പിന്റെ അങ്ങനെയൊക്കെ പോടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതല്ല. ദുർഗന്ധമുള്ള ഭൂമി നല്ലതല്ല. നാഗത്താർ കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാഗങ്ങളൊക്കെ നമ്മൾ കാടുകളിലൊക്കെ പ്രത്യേകിച്ചും പിന്നെ ഒരുപാട് ഈ ഇതിന്റെ പാമ്പുകൾ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പ്രാർത്ഥനയൊക്കെ നടക്കുന്നത്, നാഗപൂജയൊക്കെ നടക്കുന്ന, അതൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് ആ കാവൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ വീട് വയ്ക്കുക. അതിനുള്ള ശരിയായിട്ടുള്ള പ്രതിവിധിയൊന്നും ചെയ്യാതെ വെട്ടിക്കളഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷഫലം ഉണ്ടാക്കും. നാഗത്താർ കോട്ട. നാൽക്കൂട്ട പെരുവഴി, 4 മൂലകൾ ചേരുന്ന ഒരു ജംഗ്ഷൻ, അതിനോട് അടുത്ത് വീട് വയ്ക്കാൻ നല്ലതല്ല. 4 3 നല്ലതല്ല, ജംഗ്ഷന്റെ അടുത്ത് നല്ലതല്ല. ജംഗ്ഷൻ എന്നുള്ള അർത്ഥത്തിലാണ് നാൽക്കൂട്ടം, 4 പെരുവഴികൾ ചേരുന്ന സ്ഥലം. അത് 4 3 ഒക്കെ ആയാലും അല്ല 5 ആയാലും ഒക്കെ ഈ ജംഗ്ഷൻ വരുന്ന സ്ഥലം, അതിനോട് അടുത്ത് വീടുകൾ വരുന്ന നല്ലതല്ല. നദീമുഖം, നദിയുടെ തൊട്ടടുത്ത് വരുന്ന വീടുകൾ, മുഖം നദിയുടെ ആ തൊട്ടടുത്ത് വരുന്ന വീടുകൾ അത് നല്ലതല്ല. ഗുഹയ്ക്കകത്ത് ഗുഹയായിട്ടുള്ള വീട് വയ്ക്കാൻ നല്ലതല്ല. ശ്മശാനം, ദഹിപ്പിച്ച സ്ഥലം, ആളുകൾ മരിച്ചവരെ ദഹിപ്പിക്കുന്ന സ്ഥലം നല്ലതല്ല. വാൽമീകം, ചിതൽപുറ്റ് കൂടുതലുള്ള സ്ഥലം നല്ലതല്ല. ജീർണവൃക്ഷങ്ങൾ, ജീർണിച്ചു പോയ അങ്ങനെയുള്ള വൃക്ഷങ്ങളൊക്കെ ആ സ്ഥലത്തുണ്ടെങ്കിൽ അത് നല്ല ഒരു ഇതല്ല. അങ്ങനെയുള്ള വൃക്ഷങ്ങളുള്ള സ്ഥലം നല്ലതല്ല. ജീർണിച്ച വൃക്ഷങ്ങളുള്ള സ്ഥലം. ഏകവൃക്ഷം, ഒരു പ്ലോട്ടിനകത്ത് ഒറ്റ മരം വളർന്നിട്ട് അത് നല്ലതല്ല. അങ്ങനെയാണെങ്കിൽ ആ മരം വെട്ടിക്കളഞ്ഞിട്ട് വേണം ചെയ്യാം. പക്ഷെ ഒരു മരം മാത്രം, അല്ലെങ്കിൽ ഒരു മരം കൂടെ അവിടെ നട്ടിട്ട് അത് കുറച്ച് വലിപ്പമായ ശേഷം വീട് വയ്ക്കാം. ഏകവൃക്ഷം നല്ലതല്ല, ദോഷമാണെന്നാണ്. ശവസംസ്കാരം നടത്തിയ സ്ഥലം, നമ്മൾ നേരത്തെ ശ്മശാനം എന്ന് പറഞ്ഞു, ഒരുപാട് ശവസംസ്കാരം നടത്തിയ സ്ഥലവും നല്ലതല്ല. ശ്മശാനം എന്ന് പറയുമ്പോൾ ഒരുപാട് ശവങ്ങൾ, ഒരു ശവമായാലും മതി, ഒരു ആൾ അവിടെയും. കാരണം എല്ല്, ഫോസ്ഫറസിന്റെ അംശമുണ്ട് എല്ലില്, അത് വളരെ ദോഷം ഉണ്ടാക്കുന്നതാണ്. പാറക്കൂട്ടം, ഉള്ള കട്ടിയുള്ള സ്ഥലം നല്ലതല്ല എന്ന് പറഞ്ഞ പോലെ പാറക്കൂട്ടം, പാറകളുടെ ഒരുപാട് പാറയൊക്കെ ഉള്ള ഭാഗത്ത് വീട് വയ്ക്കുന്നത് നല്ലതല്ല. പ്രളയത്താൽ ഉയർന്ന സ്ഥലം,
ഒരു പ്രളയമൊക്കെ ഉണ്ടാകുമ്പോൾ ചില സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ പൊങ്ങിയൊക്കെ വരും. അങ്ങനെയുള്ള സ്ഥലം നല്ലതല്ല. അംഗക്കളം, അപ്പൊ അങ്ങനെ അംഗങ്ങൾ അങ്ങനെ സ്ഥലം പണ്ട് യുദ്ധഭൂമിയായിരുന്ന സ്ഥലങ്ങളിൽ യുദ്ധമൊക്കെ നടത്തുന്ന സ്ഥലങ്ങളൊക്കെ നല്ലതല്ല. ഇങ്ങനെയുള്ള ഭൂമികളും ദോഷകരമാണ്. എഴുതി കാണുന്നതായിരിക്കുന്നു. സമയം തന്നിട്ടാണ് ഞാൻ ഓരോന്നും പറഞ്ഞത്. എഴുതി കഴിഞ്ഞില്ലെങ്കിൽ പറയാം, ആരെങ്കിലും എഴുതി തരുന്നില്ലെങ്കിൽ പറയാം. ഓക്കെ സാറേ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റേ ബുക്കിലുണ്ടല്ലോ സാറേ? ഇത് ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. ബുക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാം. പക്ഷെ ഞാൻ വരുന്നത് ചിലർക്ക് നേരിട്ട് എഴുതുന്ന ഇഷ്ടമാണെന്നുകൊണ്ടാണ് പറയുന്നത്. ഇതെല്ലാം ബുക്കിലുള്ളത് തന്നെ. അപ്പൊ ഇങ്ങനെയുള്ളത്, അപ്പൊ നമ്മൾ ഭൂമി എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കണം. ഭൂമി എങ്ങനെയുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ദോഷങ്ങൾ വല്ലതും ഉണ്ടോ നോക്കിയിട്ട്, ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനാവശ്യമായ പരിഹാരങ്ങൾ ചെയ്ത് വേണം ഭൂമി വാസയോഗ്യമാക്കേണ്ടത്. അങ്ങനെ വാസയോഗ്യമായി ആക്കിയ ഭൂമിയിൽ മാത്രമേ നമ്മൾ വീട് വയ്ക്കാവൂ. വാസയോഗ്യമല്ലാത്ത ഭൂമിയിൽ വീട് വെച്ചാൽ അത് ദോഷഫലം തരും. അപ്പൊ എന്തെങ്കിലും ദോഷമുണ്ടോ നമ്മൾ നോക്കുക. ദോഷം ഉണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാരം ചെയ്ത് ഭൂമിയെ വാസയോഗ്യമാക്കണം. ആ പരിഹാരങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സാറേ, ഈ ടി ജംഗ്ഷനിൽ വരുന്ന സ്ഥലങ്ങൾ ഉചിതാണോ? നേരത്തെ പറഞ്ഞില്ല, നാൽക്കൂട്ട പെരുവഴി എന്ന് പറയുന്നത് മുക്കവല എന്ന് പറയുന്നത് 3 റോഡ് ചേരുന്നതാണ് മുക്കവല. മുക്കവലയുടെ അർത്ഥം വീട് വരാൻ നല്ലതല്ല. ടി എന്ന് പറയുന്നത് 3 സാറേ? ടി എന്ന് പറയാൻ 3 ഒരു ലൈൻ ഇങ്ങനെ വന്ന് 3 ലൈൻ ഒരുമിച്ച് വരുമല്ലേ ടി. മുക്കവല എന്ന് പറഞ്ഞാൽ ടി ജംഗ്ഷൻ ഒന്ന് തന്നെ. അതിലേക്ക് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരും ഇനി. ശരി സാർ, ശരി സാർ. അതുകൊണ്ടുള്ള ദോഷം എന്താണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ? ദോഷം വരുന്നത് അവിടെ ഒരു എനർജി ക്ലാഷ് ഉണ്ടാകുന്നതാണ്. എനർജി ക്ലാഷ് എന്ന് പറഞ്ഞാൽ അതിൽ വരും നമ്മൾ. അതായത് ജസ്റ്റ് സംശയം ചോദിച്ചുകൊണ്ട് ഞാൻ ക്ലിയർ ആക്കാം. അതായത് ഇപ്പൊ ഒരു റോഡെന്ന് പറയുമ്പോൾ ആ റോഡിലെ പിന്നെ വൃക്ഷങ്ങളോ വീടുകളോ ഒന്നും കാണില്ല റോഡ് ഇരിക്കുന്ന ഭാഗത്ത്. അപ്പൊ അവിടെ എനർജിക്ക് ഫ്രീ ആയിട്ട് അതിൽ ഇങ്ങനെ വരാൻ പറ്റും. എനർജി ഫ്ലോ ഫ്രീ ആയിട്ട് ആയിരിക്കും റോഡിൽ കൂടെ. ആ സമയം നമ്മൾ പുരയിടങ്ങളിൽ മരവും വീടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എനർജി ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒഴി വരാൻ ഒക്കില്ല. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലൊക്കെ വരുമ്പോൾ വീടിൽ തട്ടി രണ്ടായിട്ട് ഭാഗിച്ചാൽ അല്ലെങ്കിൽ മരങ്ങളിലൊക്കെ തട്ടി ഇങ്ങനെ ആ ഒരു ഫ്രീ ഫ്ലോ ഓഫ് എനർജി, ഊർജത്തിന്റെ സുഗമമായ ഒഴുക്ക് വരുന്നത് വഴികളിൽ കൂടിയായിരിക്കും. റോഡിൽ പ്രത്യേകിച്ച് വീതി കൂടിയ റോഡാണെങ്കിൽ കൂടുതൽ എനർജി വരും. അപ്പൊ അങ്ങനെ 2 ഭാഗത്ത് വരുന്ന എനർജി തമ്മിൽ ഒരു ഭാഗത്ത് കൂട്ടിമുട്ടുമ്പോൾ എനർജി ക്ലാഷ് ഉണ്ടാവും. എനർജി ക്ലാഷ് ഉണ്ടാകുമ്പോൾ അവിടെ അതിന്റെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അത് തൊട്ടടുത്തുള്ള വീടുകളെയൊക്കെ ബാധിച്ചിട്ട് അത് പല വിധത്തിലാണ് ബാധിക്കും. ചിലർക്കത് ആരോഗ്യത്തിൽ ബാധിക്കും, ചിലർക്കത് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് ഏത് ഭാഗത്താണ് എനർജി ക്ലാഷ് വരുന്നത് അതനുസരിച്ചുള്ള ചില ദോഷഫലങ്ങൾ ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? ഹലോ, എന്താ കേട്ടില്ല? അതിനൊരു പരിഹാരം ഉണ്ടാവോ? പരിഹാരങ്ങൾ ഇപ്പോഴും പറയില്ല. പരിഹാരങ്ങളൊക്കെ ഭൂമിദോഷ പരിഹാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ പ്രത്യേകം ഉണ്ട്. അവിടെ വെച്ചാണ് പരിഹാരങ്ങൾ നമ്മൾ പഠിക്കുന്നത്. ഈ എനർജി എവിടുന്നാണ് സാറ്? കേട്ടില്ല? ഈ എനർജി എവിടുന്നാ വരുന്നത്? എവിടെ ആയാലും നമ്മളെ പിന്നെ പ്രപഞ്ചത്തിൽ മുഴുവനായിട്ടും പിന്നെ നോർത്ത് ഈസ്റ്റ് നിന്ന് സൗത്ത് വെസ്റ്റിലേക്ക് എനർജി ബയോ എനർജി എന്ന് പറയുന്നത് കൂടുതലായിട്ട് ബയോ എനർജി ഫ്ലോ ഉണ്ട്. ഈ ബയോ എനർജി വരുന്ന ഫ്ലോ ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്ന് സൗത്ത് വെസ്റ്റിലേക്കാണ് അത് വരുന്നത്. നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് എപ്പോഴും അതിങ്ങനെ പ്രപഞ്ചം മുഴുവനുണ്ട്. നമ്മുടെ ഭൂമിയിൽ മാത്രമല്ല, പ്രപഞ്ചം മുഴുവൻ ഒരു എനർജി ഫ്ലോ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രം നോർത്ത് ഈസ്റ്റ് ടു സൗത്ത് വെസ്റ്റ്. ആ എനർജി ഫ്ലോ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ വാസ്തുശാസ്ത്രത്തിലൊക്കെ ഒരുപാട് കാര്യം. അതുപോലെ തന്നെ പല എനർജി ഉണ്ട്. ഇപ്പം നമുക്കറിയാം സോളാർ എനർജി, സൂര്യനിൽ നിന്ന് വരുന്ന എനർജി. അതുപോലെ മാഗ്നറ്റിക്, നമ്മുടെ ഒരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ എപ്പോഴും അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലേ നിൽക്കുകയുള്ളൂ. നമ്മൾ അതേസമയം എങ്ങനെ തിരിച്ചു വെച്ചാലും ആ സൂര്യ നോർത്ത്, അപ്പൊ അതായത് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഒരു മാഗ്നറ്റിക് എനർജി ഫ്ലോ ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് എനർജി ഫ്ലോ ഉണ്ട്. അപ്പൊ അങ്ങനെ വിവിധ തരത്തിലുള്ള ഇപ്പൊ നമ്മുടെ ഗ്രാവിറ്റേഷണൽ എനർജി, അതായത് നമ്മൾ ഒരു കല്ല് മേപ്പോട്ട് എറിഞ്ഞാൽ തിരിച്ച് താഴോട്ട് വരും. അതെന്തോ ഭൂമി അതിനെ ആകർഷിച്ച് താഴോട്ട് വരുന്നതാണ്. അപ്പൊ അതിനൊരു എനർജി ഉണ്ട്.
അങ്ങനെ വളരെ പലതരത്തിലുള്ള എനർജി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ 54 തരത്തിലുള്ള എനർജി ഉണ്ട്. അപ്പൊ ആ എല്ലാ എനർജികളുടെയും ഒരു സ്റ്റഡിയാണ് ശരിക്കും വാസ്തുശാസ്ത്രം വരുന്നത്. ഇവിടെ നമ്മൾ ഇനി ഭൂമിദോഷ പരിഹാരം എന്ന് പറഞ്ഞിട്ടൊരു, അതായത് ഭൂമി ജാതകം എന്നൊരു പുസ്തകമുണ്ട്. വളരെ വളരെ എന്താ പ്രാചീന കാലത്തെ ഉള്ള ഒരു പുസ്തകമാണ് ഭൂമി. അത് ആരാണ് എഴുതിയതെന്നുള്ളത് അറിയില്ല, കാരണം അതിന്റെ കർത്താവ് ആരാണെന്നുള്ളത് അറിയില്ല. കാരണം വളരെ പുരാതനമായിട്ടുള്ളൊരു പുസ്തകമാണ്. പക്ഷെ അത് മലയാളത്തിലാണ്, മലയാള ശ്ലോകമാണ്. മലയാളത്തിൽ ഭൂമി ജാതകം എന്നുള്ള പുസ്തകം മലയാളത്തിൽ ഈ ശ്ലോകമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതിലെ ഒരു ഭൂമിദോഷ പരിഹാരം, അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭൂമിദോഷ പരിഹാരമാണ് ഇവിടെ ഈ പറയുന്നത്, അർത്ഥമായിട്ട് പറയാൻ പോകുന്നത്. അതായത് ഖനനം, ഹരണം, ദാഹം, പൂരണം, ഗോനിവാസം, വിപ്രോച്ഛിഷ്ടം, ഗവ്യം എന്നീ 7 താൻ സ്ഥലശുദ്ധികൾ. അതിനകത്തുള്ള ഒരു സ്റ്റാൻസയാണ് ഈ പറഞ്ഞേക്കുന്നത്. ഈ ഭൂമി ജാതകം എന്നുള്ള പുസ്തകത്തിലെ ഒരു സ്റ്റാൻസ. ഖനനം, ഹരണം, ദാഹം, പൂരണം, ഗോനിവാസം, വിപ്രോച്ഛിഷ്ടം, ഗവ്യം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഖനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പൊങ്ങിയും താണും ഒക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ആ പൊങ്ങിയ ഭാഗത്ത് നമുക്കറിയാം, ഖനനം ചെയ്യാന്ന് പറഞ്ഞാൽ മണ്ണ് എടുത്ത് മാറ്റുക. അപ്പൊ ആ പൊങ്ങിയ സ്ഥലത്തെ മണ്ണെടുത്ത് നമ്മൾ അവിടുന്ന് മാറ്റുന്നു. അപ്പൊ ആ പൊങ്ങിയ സ്ഥലം ആ പൊക്കം ഇല്ലാതാകും. അതിനാണ് ഖനനം ചെയ്ത് ഭൂമിയെ ദോഷപരിഹാരം ചെയ്യുക. ഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചു തരാം. അതിപ്പോ ഇത് നോക്കുക, ഇവിടെ ഒരു വൃത്താകൃതിയിലുള്ള ഒരു ഭൂമിയാണെന്ന് ഇരിക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് വൃത്താകൃതിയിലുള്ള ഭൂമി ദോഷമാണ്. അപ്പൊ ഈ ദോഷം മാറ്റാനായിട്ട് ഈ വൃത്താകൃതി മാറ്റിയാൽ മതി. അതെങ്ങനെ? അതിനകത്തൊരു 4 വശങ്ങളിങ്ങനെ മതിൽ കെട്ടുക, ഒരു കോമ്പൗണ്ട് വാള് കെട്ടുക. ഇങ്ങനെ നോക്കുക, ഒരു വാള്, 2, 3, 4 ഇങ്ങനെ 4 ഭിത്തി വാള് കെട്ടുക. ആ 4 വാളിനകത്തുള്ള ഭൂമി, അപ്പൊ അത് വൃത്തമല്ല, അതൊരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പായിരിക്കും. ദീർഘേരോ സമേരോ ആയിട്ടുള്ള ഷേപ്പായിരിക്കും ആ സർക്കിളിനകത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് വീട് വെക്കാൻ നമുക്ക്, കാരണം ആ സർക്കുലർ ഷേപ്പ് മാറി. പക്ഷെ അങ്ങനെ വെക്കുമ്പം ആ നമ്മൾ വരയ്ക്കുന്ന കോമ്പൗണ്ട് വാളായിട്ട് കാണിക്കുന്ന 4 വശത്തിനും മണ്ണിനടിയിലേക്ക് ഏറ്റവും കുറഞ്ഞത് 1 അടിയെങ്കിലും താഴ്ച വേണം. 1 അടി കൂടുതൽ 2 അടിയൊക്കെയാണ് നല്ലത്. പക്ഷെ മിനിമം, അതായത് ടോപ്പ് സോയിൽ, ആ മണ്ണിന്റെ ഏറ്റവും മുകളിലുള്ള ആ 1 അടി താഴ്ചയിലുള്ള മണ്ണ് അകത്തെ മണ്ണും വെളിയിലത്തെ മണ്ണുമായിട്ട് കോണ്ടാക്ട് പാടില്ല. അപ്പൊ മിനിമം ഒരു 1 അടിയെങ്കിലും താഴ്ചയിൽ ഇത് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സർക്കുലാർ ഷേപ്പ്, അതായത് വൃത്താകൃതി മാറി ആ ദീർഘചതുരാകൃതിയാക്കാം. അപ്പൊ അതിനകത്ത് നമുക്ക് വീട് വെക്കാം. അപ്പൊ അതൊരു പിന്നെ ദോഷപരിഹാരമാണ്. അതിന് ഹരണം എന്ന് പറയാൻ കാരണം, ഹരണം എന്ന് പറഞ്ഞാൽ ഒന്നിനെ പലതാക്കുന്നതാണ് ഹരണം. ഇവിടെ ആദ്യം ഇവിടെ നോക്കുക, ഇപ്പൊ ഒറ്റ സ്ഥലമാണ്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം ആ റെക്ടാങ്കിളിന് നടുക്കൊരു സ്ഥലം, വെളിയിൽ 4 സ്ഥലം വരും. അപ്പൊ ഒന്നിനെ 5 ആക്കി മാറ്റി. അപ്പൊ അതുകൊണ്ടാണ് ഹരണം എന്ന് പറയുന്നത്. ഒരു ഭൂമിയെ പല ഇതായിട്ട് മാറ്റുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ആ ഷേപ്പിലാക്കിയിട്ട് മറ്റേതും ചെറിയ ചെറിയ ഷേപ്പായിട്ട് വരും. അത് വേറെ എന്തെങ്കിലും ഇപ്പം തോട്ടത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ആ റെക്ടാങ്കുലർ സ്ഥലത്തിനകത്ത് വീട് വെക്കാം. ഈ ദാഹം എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം കുടിക്കാനുള്ള ദാഹമല്ല, ദഹിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. അതായത് പാഴ്ചെടികൾ അല്ലെങ്കിൽ ദോഷകരമായ ചെടികൾ, മുള്ളുള്ള ചെടികൾ, അങ്ങനെയൊക്കെയുള്ള പിന്നെ വീടിനകത്ത് അല്ലെങ്കിൽ പുരയിടത്തിനകത്ത് വരാൻ പാടില്ലാത്ത ചെടികളോ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിന്റെ വേര് ഉൾപ്പെടെ അതിനെ പിഴുതെടുത്തിട്ട് കത്തിച്ച് കളയണം. ആണ് ദാഹം, ദഹിപ്പിക്കുക. ആണ് ഖനനം, ഹരണം, ദാഹം. പൂരണം, ഖനനത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ് പൂരണം. അതായത് ഇപ്പോൾ ഒരു കുഴിയായിട്ട് കിടന്ന സ്ഥലമാണെങ്കിൽ മണ്ണ് കൊണ്ട് അതിനകത്തിട്ട് നിരപ്പാക്കാം. അപ്പൊ പൂജിപ്പിക്കുക. ആ ഒരു കുഴിയായിട്ടുള്ള സ്ഥലത്തെ മണ്ണ് കൊണ്ടിട്ട് നിറയ്ക്കുന്നതിനാണ് പൂരണം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഗോനിവാസം. ഗോനിവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലഭൂയിഷ്ടമല്ലാത്ത ഭൂമി നല്ലതല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു. ഫലഭൂയിഷ്ടമല്ലാത്ത ഭൂമിയിൽ പശുക്കളെ കുറേ ദിവസങ്ങൾ, 1-2 ദിവസം വരെ പശുക്കളെ കാളയൊക്കെ കുറേ നാൾ കൊണ്ട് കെട്ടി അതിന്റെ ചാണകവും മൂത്രവും ഒക്കെ കുറെ നാളിങ്ങനെ വീണിട്ട് അവിടെ ഫലഭൂയിഷ്ടമായി മാറും. അതിനാണ് ഗോനിവാസത്തിൽ കൂടി ഭൂമിദോഷ പരിഹാരം ചെയ്യാൻ പറയുന്നത്. വിപ്രോച്ഛിഷ്ടം വിപ്രം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രാഹ്മണന്റെ അർത്ഥമാണ് വിപ്രം. അപ്പൊ അവിടെ വിപ്രോച്ഛിഷ്ടം എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ വിചാരിക്കുന്നത് ഒരു ബ്രാഹ്മണന്റെ പുത്രൻ, അങ്ങനെ ഈ പുത്രന്മാർ, അതല്ല. അന്നത്തെ കാലത്ത് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവരൊക്കെ ബ്രാഹ്മണരാണ്. അപ്പൊ അത് ബ്രാഹ്മണന്റെ മകൻ ബ്രാഹ്മണനാകണമെന്നില്ല. അതായത് ഒരു
കർഷകന്റെ മോനാണെങ്കിൽ ശരി, വേദങ്ങളൊക്കെ പഠിച്ചാൽ അവർക്ക് പൂജ ചെയ്യാൻ പറ്റുമായിരുന്നു ഒരു കാലത്ത്. അത് പിന്നീടാണ് നമുക്ക് ഈ ബ്രാഹ്മണൻ, ശൂദ്രന്റെ മകൻ ശൂദ്രൻ, അങ്ങനെയുള്ള ഇതൊക്കെ വന്ന പിന്നീടാണ്. അതിന് മുമ്പുള്ള കാലത്ത് ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തി അനുസരിച്ച് അവർക്ക് ബ്രാഹ്മണത്വോ അല്ലെങ്കിൽ കൃഷിക്കാരനോ അല്ലെങ്കിൽ പിന്നെ കച്ചവടക്കാരൻ എന്നുള്ള അത് അവരുടെ പ്രവൃത്തി അനുസരിച്ചാണ്. ആർക്കും ഏത് പ്രവൃത്തി എടുക്കാത്തക്കൊണ്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ള കാലത്ത് വിപ്രന്മാർ ഓരോ പല ഇതൊക്കെ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കും. അതായത് പിന്നെ പൂജയ്ക്ക് വേണ്ടി പലതും നട്ടുവളർത്തും. അങ്ങനെ നട്ടുവളർത്തുമ്പോൾ അതിന്റെ ഒരു പോസിറ്റീവ് എനർജി അവിടെ വരും. അപ്പൊ അങ്ങനെ കുറെ നാളിങ്ങനെ നട്ടു വളർത്തുമ്പോൾ അവിടുത്തെ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവായിട്ട് മാറും. ആണ് വിഭ്രോച്ചിഷ്ടം. ഗവ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഞ്ചഗവ്യങ്ങൾ. ആ പശുവിന്റെ ഇതിൽ നിന്ന് കിട്ടുന്ന പാലങ്ങൾ 5 അത് ആ പഞ്ചഗവ്യം എടുത്ത് ദിവസവും 2 3 പ്രാവശ്യം എന്തെങ്കിലും നെഗറ്റീവ് ഉള്ള സ്ഥലങ്ങളില്ല, നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലത്തിൽ തുടർച്ചയായിട്ട് നമ്മൾ കുറെ നാൾ പഞ്ചഗവ്യം തളിച്ചു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവായിട്ട് മാറും. അതാണ് ഭൂമി ദോഷ പരിഹാരം 7 തരത്തിലാണ്. അതായത് ഖനനം, 2 ഹരണം, 3 ദാഹം, 4 പൂരണം, 5 ഗോനിവാസം, 6 വിപ്രോച്ചിഷ്ടം, 7 ഗവ്യം എന്നീ 7 താൻ സ്ഥലശുദ്ധികൾ. ഇത് ഭൂമിദോഷ പരിഹാരം എന്നുള്ള പുസ്തകത്തില്, അല്ല ഭൂമിദോഷ പരിഹാരം ഭൂമി ജാതകം എന്നുള്ള പുസ്തകത്തിലാണ് ഇതിന്റെ അജ്ഞാത കർത്തൃകൻ എന്നാണ് പറയുന്നത്. ഇതിന്റെ കർത്താവ് ആരാണെന്നുള്ള കാര്യം അറിയില്ല. വിപ്രോച്ചിഷ്ടം ഒന്നും കൂടി പറഞ്ഞാൽ കൊള്ളാം. വിപ്രോച്ചിഷ്ടം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ നമ്മൾ നട്ടു വളർത്തുന്ന ഭൂമികളും ഈ പുല്ലുകളും പൂജയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളും ഒക്കെ വരുമ്പോൾ അതിന്റെ ഇതൊക്കെ വീണിട്ട് അവിടെ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് മാറി പോസിറ്റീവായിട്ട് മാറും. അതിനാണ് വിപ്രോച്ചിഷ്ടം. വീട്ടിൽ നെഗറ്റീവ് എനർജി പാടില്ല. വീടിന് ചുറ്റുമുള്ള സ്ഥലത്തൊക്കെ നെഗറ്റീവ് എനർജി നല്ലതല്ല. അങ്ങനെയുള്ള നെഗറ്റീവ് കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും അവർ ആ പൂജാതി കർമ്മങ്ങളിൽ നിന്നൊക്കെ ഉണ്ടെന്ന പോസിറ്റീവ് എനർജി കൊണ്ട് ഈ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കും. അതിനാണ് വിപ്രോച്ചിഷ്ടം എന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ. ഇത് ഭൂമി സാറേ ഒരു മിനിറ്റ്. എന്റെ പേര് ദീപു എന്നാണ്. ഞാന് ഈ വിപ്രോച്ചിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ടോ? അങ്ങനെ ഞാൻ കേട്ടില്ല. ഇത് ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കാന്നല്ല, ഇത് ഉച്ഛിഷ്ടം എന്നാണ് പറഞ്ഞത്. അതായത് അവർക്ക് വന്നിട്ട് അതിന് അധികം വരുന്നത് അതാണ് അവിടെ. അതാണ് ഭക്ഷണം കൊടുത്തതിന് ശേഷമുള്ള ബാക്കി പൂജകളുടെ സാധനങ്ങളൊക്കെ വരുമ്പോഴൊക്കെ പൂജ കഴിഞ്ഞുള്ള സാധനങ്ങളൊക്കെ അധികം വരുമ്പോൾ അതൊക്കെ മിറ്റത്തൊക്കെ വരുമ്പോൾ അതിന്റെ ഒരു പോസിറ്റീവ് എനർജി വരും. ആ വീട്ടിലോ അല്ലെങ്കിൽ പുരയിടത്തിലോ ഉള്ള നെഗറ്റീവ് എനർജിയെ ഈ പൂജയ്ക്ക് വരുന്ന സാധനങ്ങൾ കൊണ്ട് അതിനെ പോസിറ്റീവ് ആക്കി മാറ്റുന്നു. ശരി, ക്ലിയർ ആയല്ലോ? ആയി. ശരി. അപ്പൊ ഇതിനകത്ത് സംശയം ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ നമ്മൾ അധികം നീട്ടിക്കൊണ്ട് പോകാതെ തീർക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് ഭൂമി ദോഷ പരിഹാരം 7 വിധം. ഭൂമി ജാതകം എന്നുള്ള പുസ്തകത്തിൽ അജ്ഞാത അതായത് കർത്താവ്, അജ്ഞാതനായ കർത്താവ് ആരാണ് ഈ ഭൂമി ജാതകം എഴുതിയെന്ന് അറിയില്ല. ഗവ്യം ഏതൊക്കെയാണ്? ഗോവിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് ഗവ്യം. പഞ്ചഗവ്യം എന്ന് പറഞ്ഞാൽ പാല്, നെയ്യ്, തൈര്, ഗോമൂത്രം, ചാണകം. ഇത് 5 കൂടെ ചേരുന്നതാണ് പഞ്ചഗവ്യം. അപ്പൊ നമുക്ക് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, അതായത് മനുഷ്യരുൾപ്പെടെയുള്ള ജീവികൾ, മനുഷ്യനുൾപ്പെടെ അവരുടെ ഉച്ഛിഷ്ടം, അതായത് മൂത്രവും മലവും പിന്നെ പോസിറ്റീവായിട്ട് വരുന്നത് പശുക്കൾക്കും കാളകൾക്കും. പശുക്കളുടെ നമ്മൾ എനർജി നോക്കുകയാണെങ്കിൽ പശുവിന്റെ ഗോമൂത്രവും ചാണകവും ഒക്കെ വളരെ പോസിറ്റീവാണ്. മനുഷ്യരുടെ മൂത്രവും മലവും നെഗറ്റീവാണ്. അപ്പൊ പശുക്കൾക്ക് പശു കാളയിൽ നിന്ന് വരുന്ന അതിന്റെ മൂത്രവും ചാണകവും ഒക്കെ വളരെ പോസിറ്റീവാണ്. പണ്ടത്തെ ആൾ നമുക്കറിയാം ഉണക്കി ഭസ്മമാക്കി നെറ്റിയിലിടുന്നു. അതൊക്കെ ഈ ഗോമൂത്രവും അതുപോലെ ചാണകവും ഒക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ ഉച്ഛിഷ്ടം പോസിറ്റീവായിട്ടുള്ള ഈ ഒറ്റ മൃഗമേ ഉള്ളൂ പശുവും കാളയും. ഇതൊന്നും കൂടെ ആയിട്ട് നമുക്ക് നിർത്താം. ഇവിടെ നമ്മൾ ഈ പേരുകൾ പല പ്രാവശ്യം പറഞ്ഞാണ്, എന്നാലും നിങ്ങൾ അറിഞ്ഞുകൂടാത്തവർക്ക് ഇത് എഴുതിയെടുക്കാം. അതായത് നമ്മൾ ഓരോ മൂലയുടെയൊക്കെ പേരുകൾ അത് അറിഞ്ഞിരിക്കണം എപ്പോഴും. ഇപ്പൊ ഇത് വീടായിക്കോട്ടെ, അതല്ല പുരയിടമായിക്കോട്ടെ, ഒരു വാസ്തുമണ്ഡലമായിക്കോട്ടെ, ഏതായാലും അതിന്റെ വശങ്ങൾ ഈസ്റ്റ്, സൗത്ത്, തെക്കുവശം, പടിഞ്ഞാറ് വശം, വടക്ക് വശം, 4 വശങ്ങൾ.
4 മൂലകൾ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്ക് മൂലയ്ക്ക് ഈശാനുമൂല എന്ന് പറയും. സൗത്ത് ഈസ്റ്റ്, തെക്ക് കിഴക്ക് നോക്കുക, തെക്ക് കിഴക്കിന് അഗ്നിമൂല എന്ന് പറയും. സൗത്ത് വെസ്റ്റിന് കന്നിമൂല, അല്ലെ ചില നിരുതി മൂല എന്നും പറയും. നിര്യതി മൂല അല്ലെങ്കിൽ നിരുതി മൂല എന്നും പറയും. നോർത്ത് വെസ്റ്റ് വായുമൂല, നോർത്ത് ഈസ്റ്റ് ഈശാനുമൂല. ആർക്കെങ്കിലും അറിഞ്ഞുകൂടാങ്കിൽ എഴുതാം, മിക്കവാറും അറിയാവുന്നതായിരിക്കും. അത് ആർക്കെങ്കിലും അറിഞ്ഞുകൂടാങ്കിൽ എഴുതാം. കാരണം ഇത് നമ്മൾ ഇനി അങ്ങോട്ട് വരുമ്പോൾ അഗ്നിമൂല എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് മനസ്സിലാവണം സൗത്ത് ഈസ്റ്റ് ആണ്. വായുമൂല എന്ന് പറഞ്ഞാൽ ഉടനെ ഈ വായുമൂല വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് എന്നൊക്കെ എപ്പോഴും പറയും. ഇപ്പോഴെല്ലാം ഞാൻ അത് പറയുന്നുണ്ട്, എപ്പോഴും ഇങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയും. ഈശാനുമൂല എന്ന് പറഞ്ഞാൽ ഉടനെ നോർത്ത് ഈസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. അതുകൊണ്ട് ഇതൊന്ന് അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ വരച്ചോളുക. വരച്ചു കഴിഞ്ഞ് വിചാരിക്കുന്നു. സാറേ വായുമൂലക്ക് കുബേരമൂല എന്നും പറയൂല സാറേ? കുബേരമൂല എന്ന് പറയാറില്ല. അത് പിന്നെ വടക്ക് വശത്തിന് കുബേരന്റെ സ്ഥലമാണ്. അഷ്ടദിക് പാലൂരിൽ വടക്കു ഭാഗമാണ് കുബേരന്റെ അഷ്ടദിക്. അതിലേക്ക് വരും നമ്മൾ അഷ്ടദിക് പാലിൽ. വായുമൂലയ്ക്ക് കുബേരമൂല എന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഏതെങ്കിലും ബുക്കിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഈ വായുമൂലയ്ക്ക് കുബേരമൂല. എവിടെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ? ഇപ്പം സാറി പറഞ്ഞ പോലെ ഈശാനമൂല, അഗ്നിമൂല, കന്നിമൂല, വായുമൂല പറയുമ്പോ ഈ കുബേരമൂല എന്ന് പറഞ്ഞൊന്നും പറയുന്നുണ്ടല്ലോ സാറേ? കുബേരമൂല എന്ന് അങ്ങനെ പറയാറില്ല. കുബേരന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ വടക്കിന്റെ മധ്യമാണ്. അത് ദിഗ്ദോഷമുള്ള വീടുകൾക്ക് കുബേരമൂല വരും. അപ്പൊ ദിശാദോഷമുള്ള വീടാന്ന് കേട്ടാ വലത്തുവശം ഒരു മൂലയായിട്ട് വരും. അപ്പൊ അത് വടക്ക് മൂല എന്ന് പറയും. അപ്പൊ അത് കുബേരമൂല എന്ന് പറയാം. ശരി, ഓക്കെ സാർ. അല്ലാതെ ദിശാദോഷം ഇല്ലാത്ത വീടുകൾക്ക് അങ്ങനെ കുബേരമൂല ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല. ശരി സാർ. ഓക്കെ, മറ്റെന്തെങ്കിലും സംശയം ഉണ്ടാവില്ല? വിപ്രോച്ചിഷ്ടം പറഞ്ഞത് പൂർണ്ണമായിട്ട് അവിടെ ഉച്ചിഷ്ടമല്ലല്ലോ. അവിടെ ദീപു പറഞ്ഞ പോലെ ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ അതിന് ഉച്ചിഷ്ടം അവിടെ വീഴണം എന്ന് പറഞ്ഞത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഉച്ചിഷ്ടം വീഴണം എന്നല്ല ഉദ്ദേശം. ഉച്ചിഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മള് പൂജിച്ച് കഴിഞ്ഞിട്ടുള്ള പൂജയുടെ അധികം വരുന്നു. ഇപ്പൊ ആഹാരമൊക്കെ കഴിഞ്ഞതുപോലെ തന്നെ പൂജ കഴിയുമ്പോഴും പൂജയും ഹോമമൊക്കെ ചെയ്യുമ്പോഴൊക്കെ അധികം വരുന്നതൊക്കെ ആ ഹോമത്തിന്റെ അധികമായിട്ട് വരും. അവിടെ അങ്ങനെ ഉദ്ദേശിക്കുന്നത്, അതായത് അങ്ങനെയുള്ള ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ വിപ്രോച്ചിഷ്ടം എന്ന് പറഞ്ഞാൽ. അല്ലാതെ ആഹാരം കഴിക്കുമ്പോൾ അല്ല ഉദ്ദേശിക്കുന്നത്. പൂജയുടെ കർമ്മങ്ങളുടെ ഫലങ്ങളാണ് അവിടെ ഇടുന്നത്. അവിടെ വരുന്ന അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ പൂജയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഒരു എനർജി, പോസിറ്റീവ് എനർജി വരും ആ വീടിനും വരും, പുരയിടത്തിനും വരും. ആ ഒരു പോസിറ്റീവ് ആ പോസിറ്റീവ് എനർജി കൊണ്ട് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ പ്രതികൂല ഊർജ്ജത്തെ നിർവീര്യമാക്കും അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുന്നതിനാണ് അവിടെ ഈ നവധാന്യങ്ങൾ മുളപ്പിച്ച് വിതരണം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമോ? അത് ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് വരുന്നില്ല. അങ്ങനെ വരുന്നത് നമ്മള് ഭൂമിയിൽ, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഫലഭൂയിഷ്ടമായ ഭൂമി അല്ലെങ്കിൽ വിത്ത് കുഴിച്ചിട്ടാൽ പെട്ടെന്ന് മുളയ്ക്കുന്ന ഭൂമി ആയിരിക്കണം എന്ന് പറഞ്ഞു, ഉത്തമ ഭൂമിയിൽ. അത് ഭൂപരീക്ഷണത്തിൽ വരും. ഭൂപരീക്ഷണം നമ്മൾ ഇന്നിപ്പം ഇല്ല തീർന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഭൂപരീക്ഷണങ്ങൾ പഠിക്കും. 6 പരീക്ഷണമുണ്ട്. ഭൂമി ഉത്തമമാണെന്ന് പരിശോധിക്കാനുള്ള 6 പരീക്ഷണങ്ങൾ വാസ്തുശാസ്ത്രി പറയുന്നുണ്ട്. ആ 6 പരീക്ഷണങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. മറ്റൊന്നെങ്കിലും? ഓക്കെ, ഇത് അടുത്ത ക്ലാസ് വീതി ലക്ഷണങ്ങളും ഫലങ്ങളും നമ്മുടെ അടുത്ത ക്ലാസ്സിലാണ്. അത് വീതി ലക്ഷണങ്ങളും ഫലങ്ങളും പറയുന്നത് ഉയർച്ച താഴ്ച അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഭൂമിയെ 20 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 20 തരം ഉയർച്ച, അതായത് നിമ്നോന്നതി എന്ന് പറയും. നിമ്നം എന്ന് പറഞ്ഞാൽ താഴ്ച, ഉന്നതി എന്ന് പറഞ്ഞാൽ ഉയർച്ച. അങ്ങനെ ഭൂമിയുടെ ഉയർച്ച താഴ്ച അനുസരിച്ച് ഭൂമിയെ 20 തരമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതായിരിക്കും ആദ്യം നോക്കുന്നത്. അപ്പൊ ഇനി ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള സംശയമാണ്. ഈ ബുക്ക് നമുക്ക് എപ്പോ കിട്ടും? അത് ഞാൻ പറഞ്ഞില്ല, ബുക്കിന്റെ കിട്ടുന്നത് നിങ്ങൾ ഡയറക്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. പിന്നെ ലാൽ ഉണ്ടോ? ലാൽ, ഹലോ. അപ്പൊ ആ ബുക്കിന്റെ കാര്യം ചോദിക്കുന്നു. അപ്പൊ പറഞ്ഞു കൊടുക്കുക എന്ന് കിട്ടും. അപ്പൊ അയക്കണമെങ്കിൽ എല്ലാവരുടെയും അഡ്രസ് ഒക്കെ ഉണ്ടോ? പോസ്റ്റൽ അഡ്രസ്? ഓക്കെ, മറ്റെന്തെങ്കിലും സംശയം?
സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ സംശയം അപ്പോൾ ഓഫ് ചെയ്യാണ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. സാർ ഒരു സംശയമുണ്ട് സാർ. പേരൂടെ പറഞ്ഞിട്ടെ. സാർ മദ്രാസിൽ നിന്ന് മനോജ് സാർ. ഓക്കെ. ഈ കോഴ്സിന് ചേരാനുള്ളതിന്റെ അത് കിട്ടുകയാണെങ്കിൽ ചേർന്നിട്ട് അതിന്റെ ഫീസ് കൊണ്ട് അയക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഞാൻ. ലാൽ അതിന്റെ മറുപടി. ഫീസിന്റെ ഡീറ്റെയിൽസ് സാർ അയച്ചത് കിട്ടി. ഈ കോഴ്സിന് ചേരാനുള്ള അപ്ലിക്കേഷന്റെ ഫോം ഇല്ല. സാറ് ആദ്യം ഇട്ടിരിക്കുന്നതിൽ വന്നിട്ട് PG-യുടേതാ കാണിക്കുന്നത്, ബേസിക്കിൻ്റെതായിട്ട് ഇല്ല അതില്. അതെ. ഓപ്ഷൻ ഇല്ല സാർ. ഞാൻ നല്ലപോലെ നോക്കി അതില്. ശരി, ഓക്കെ സാർ. വേറെ എന്തെങ്കിലും സംശയം? ഓക്കെ, സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും അടുത്ത ക്ലാസ്സിലേക്കാം. എല്ലാവർക്കും നമസ്കാരം. നമസ്തേ സർ. താങ്ക് യു സർ. നമസ്കാരം. താങ്ക് യു. വെൽക്കം. താങ്ക് യു സർ. എല്ലാവർക്കും വെൽക്കം.